വിളിക്കണം. അങ്ങനെ വേറെ ഒരു കക്ഷി എന്നൊന്നും പറയരുത്. മഞ്ജരീസിന്റെ കോർഡിനേറ്ററാണ് വിനോദേട്ടൻ. അദ്ദേഹത്തെ പറ്റിയില്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. കക്ഷി എന്നൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, അതൊക്കെ തെറ്റാണ്. ഭക്തി പ്രസ്ഥാനത്തിൽ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. ശിവലിംഗം കണ്ടില്ല, ദേക്കണം കണ്ടല്ലോ. ദേ നമ്മുടെ എണ്ണ കഴിയാറായി. ഞാൻ എണ്ണ കൊണ്ടേ അവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, സ്ഥലമില്ലാത്തതുകൊണ്ട്. കണ്ടോ, അത് തീരാറായി. ഇനിയിപ്പോൾ എണ്ണ മേടിക്കണം. ശിവലിംഗം കണ്ടല്ലോ. ചെയ്തു അമ്മ. അതുകൊണ്ടാണ് ഇന്ന് ലേറ്റ് ആയത് ക്ലാസ് എടുക്കാൻ. അപ്പം അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് 99-ാമത്തത് പഠിക്കാം. റെഡിയാണോ? ശ്രദ്ധിച്ച് കേട്ടോളൂ. ശ്രദ്ധിച്ച് കേൾക്കണേ. 99-ാമത്തെ ശ്ലോകം വിഷ്ണു സഹസ്രനാമത്തില് ഉത്താരണോ. കൂടെ വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കൂ കേട്ടോ. ഹര ഹര മഹാദേവ്. ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നനാശനഃ. വായിക്കാൻ കിട്ടിയോ? ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നനാശനഃ. വീരഃ രക്ഷണ സന്തോ ജീവന പര്യവസ്ഥിത. വായിക്കാൻ കിട്ടിയോ? കിട്ടുന്നുണ്ടോ? യെസ്, ഓക്കെ. അപ്പോൾ ഇതിൽ ഉത്താരണ എന്ന് പറയുന്നുണ്ട്. ഈ ഉത്താരണ എന്ന് പറയുന്നതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ സംസാര സാഗരത്തിൻ്റെ മറുകരയ്ക്ക് കടത്തിവിടുന്നവൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് സംസാര സാഗരമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണം? മോക്ഷം വേണം എന്നും കവചം ചൊല്ലുന്നുണ്ട്, അല്ലേ സൂപ്രമ്മ? നമുക്ക് എന്ത് വേണം? മോക്ഷം കിട്ടണം. അതാണ് പറയുന്നത്. സംസാര സാഗരത്തിൽ നിന്നും നമ്മളെ കടത്തി വിടുന്നവൻ ആരാണ്? ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉത്താരണോ എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് മോക്ഷം തരുന്നവൻ. അതാണ് അതിന്റെ സിമ്പിളായ അർത്ഥം. നമുക്ക് ഈ ഒരു ഭൗതിക ജീവിതത്തിൽ നിന്ന് മോക്ഷം തരുന്നത് കൊണ്ടാണ് ഭഗവാനെ ഉത്താരണോ എന്ന് വിളിക്കുന്നത്. ഇനിയോ പിന്നെ പറയുന്നത് ദുഷ്കൃതിഹ എന്ന് പറയുന്നുണ്ട്. അതായത് പാപങ്ങളാകുന്ന ദുഷ്കർമ്മങ്ങളെ ഹനിക്കുന്നവൻ, പാപികളെ ഹനിക്കുന്നവൻ എന്നർത്ഥം. ദുഷ്കൃതിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങളാകുന്ന ദുഷ്കർമ്മങ്ങൾ. ആരൊക്കെയാണോ തെറ്റുകൾ ചെയ്യുന്നത്, ആരൊക്കെയാണോ പാപം ചെയ്യുന്നത്, ആരൊക്കെയാണോ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് പാപികളായിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത്, അവർക്കെല്ലാവർക്കും തക്കതായ ശിക്ഷ നൽകി. അതായത് ഭയങ്കര ഉപദ്രവിക്കൊന്നല്ല ചെയ്യുക, അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവന് തന്നെ മറ്റൊരു ജന്മം നൽകിക്കൊണ്ട് കർമ്മയുടെ രൂപത്തിൽ അവനെ പഠിപ്പിച്ച്. ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയെ എങ്ങനെയാ ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുക? അവൻ ചെയ്ത തെറ്റിന്റെ പരിണിത ഫലം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനെ നേർവഴിക്ക് നടത്തും, അല്ലെ? അപ്പൊ അങ്ങനെ എല്ലാ ജീവാത്മാക്കളും ചെയ്യുന്ന തെറ്റുകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ജന്മം നൽകി. ആ ജന്മത്തിലെങ്കിലും ഭഗവാൻ നമ്മളെ നേർവഴിക്ക് നടത്തുന്നു. അതുകൊണ്ടാണ് ഭഗവാന് ദുഷ്കൃതിഹ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി പുണ്യ, അതായത് സ്മരണം മുതലായത് ചെയ്യുന്നവർക്ക് പുണ്യം ചെയ്യുന്നവൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതിൽ സ്മരണം, ഭഗവാനെ കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നമ്മൾക്ക് എന്ത് നൽകുന്നു? ശാന്തിയും സമാധാനവും നൽകുന്നുണ്ട്, പുണ്യം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ പുണ്യഹ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശ്രുതി സ്മൃതികളാകുന്ന വാക്കുകൊണ്ട് പുണ്യത്തെ ഉപദേശിക്കുന്നവൻ. അതായത് ഭഗവാന്റെ ഏതൊരു പുസ്തകമാവട്ടെ, ഭഗവാന്റെ എന്തൊരു കീർത്തനങ്ങളാവട്ടെ, അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവുമാണ് ജീവിതത്തിൽ കിട്ടുന്നത്. ഭഗവാൻ നമ്മൾക്ക് പുണ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ബാലപാഠം എന്ന് പറയുന്നത് എന്താ? ശ്രവണമാണ്. നമ്മളിങ്ങനെ ചെറിയ കുട്ടികളാകുമ്പോൾ അവരെന്താ ചെയ്യുക? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആ കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കും, അല്ലെ? ഒരു ചെറിയ ന്യൂ ബോൺ ബേബി ആണെങ്കിലും നമ്മളിങ്ങനെ ഇങ്ങനെ 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 ആക്കി കഴിഞ്ഞാൽ ആ ശബ്ദത്തിന്റെ നേരെ അവർ പ്രതികരിക്കും. അവരിങ്ങനെ നോക്കും, ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. ശ്രവണം. അപ്പോൾ അതിനുശേഷമാണ് ആ കുട്ടി എന്ത് ചെയ്യണത്?
ശ്രവണം, കീർത്തനം, ഇങ്ങനെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ പറയാൻ ആ കുട്ടി ശ്രമിക്കുന്നത്. പിന്നെ ആ കുട്ടി ഇങ്ങനെ ചിന്തിക്കും, ഒന്ന് ചിന്തിച്ചിട്ട് ഒരു 7-8 മാസമാവുന്ന കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ വിളിച്ചാൽ വാവയുടെ പേരെന്താ എന്ന് ചോദിച്ചാൽ ആദ്യം ഒന്നും മിണ്ടില്ല. ആ കുട്ടി ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കും, ഇതാരാണ് എന്നുള്ളത് ഓർത്തെടുക്കാൻ ശ്രമിക്കും. പിന്നെയും ആ കുട്ടി വാവയ്ക്ക് പേരറിയില്ലേ, ആരാ, എന്താ, ഇത് എവിടെന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുട്ടി സംസാരിച്ച് തുടങ്ങുന്നത്, റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മളൊരു കുഞ്ഞിനെ നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കേൾക്കാൻ ശ്രമിക്കും, ശ്രവണം. പിന്നെ ആ കുട്ടി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആ എന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ശബ്ദങ്ങൾ, ശ്രവണം, കീർത്തനം, അതായത് പറയാൻ ശ്രമിക്കും. എക്സാമ്പിൾ മനസ്സിലാവുന്നുണ്ടല്ലോ, പറയാൻ ശ്രമിക്കും, ട്രൈ ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ആ കുട്ടി നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, സ്മരിക്കും, എവിടെയോ കണ്ടിട്ടുണ്ട്, ആരാണ്, എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കും, അച്ഛന്റെ മുഖത്തേക്ക് നോക്കും, ചിന്തിക്കാൻ തുടങ്ങും, സ്മരണം. പിന്നെ പാദസേവനം, അതായത് നമ്മളിലേക്ക് ആ കുട്ടി 2 കൈ നീട്ടിയാൽ ആ കുട്ടി ഇങ്ങനെ നമ്മളിലേക്ക് വരും അല്ലെ, പാദസേവനം. അപ്പൊ അങ്ങനെ ഒരു മോഡുലേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഒരു ആക്ടിവിറ്റീസ് പോലെയാണ് ഭഗവാനുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ കേൾക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക, പിന്നെ നമ്മൾ ഭഗവാനെ കുറിച്ച് പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല കീർത്തനങ്ങൾ ചൊല്ലിക്കൊടുക്കുക. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, കുറെ ലീലകൾ ആടിയിട്ടുണ്ട് ഭഗവാൻ അല്ലെ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഒരുപാട് ലീലകൾ ചെയ്തിട്ടുണ്ട്. ആ ലീലകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, സ്മരിക്കുക, പിന്നെ അദ്ദേഹത്തെ സ്മരിക്കുക, പിന്നെ അദ്ദേഹത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. ഇനിയുണ്ട് കേട്ടോ കടമ്പകൾ, അത് വേറെ കാര്യം, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എല്ലാം കൂടെ പറഞ്ഞാൽ എന്താവും, കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇത്രയെങ്കിലും ഈ 4 പടിയെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ, സ്മരിക്കുകയാണെങ്കിൽ തന്നെ ഭഗവാൻ നമ്മൾക്ക് പുണ്യം ചെയ്യുന്ന പറയുന്നത്, പുണ്യം നൽകും. അപ്പൊ ആ പുണ്യം മതി നമ്മൾക്ക് ഓരോ ജന്മം ഓരോ പടിപടിയായി ഉയർന്ന് എവിടെ എത്താൻ, മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തില് 99ാമത്തെ ശ്ലോകത്തില് ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നു ദുസ്വപ്നനാശനഃ. ദുസ്വപ്നനാശനഃ എന്ന് പറഞ്ഞാല് ധ്യാനസ്മരണാദി ചെയ്യുന്നവർക്ക്, ധ്യാനിക്കുക, ഭഗവാനെ കുറിച്ച് സ്മരിക്കുക, ഇതൊക്കെ ചെയ്യുന്നവർക്ക് വരാൻ പോകുന്ന അനർത്ഥങ്ങളെ സൂചിപ്പിക്കുന്ന ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവൻ. അതായത് എന്തെങ്കിലും ഒരു ആപത്ത് നമുക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിക്കും. എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കുകയും ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുകയും അല്ലെങ്കിൽ ഭഗവാനെ പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭഗവാൻ ഇങ്ങനെ ഒരു ചിന്ത കൊടുക്കും, എന്തോ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും ഭഗവാൻ. എന്നിട്ട് അങ്ങനെ കാണുന്ന കാര്യങ്ങൾ ഒരു ആപത്താണ് എങ്കിൽ ഭഗവാൻ അത് തട്ടി നീക്കിത്തരും നമ്മളിൽ നിന്ന്. നമ്മൾ കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു ദുസ്വപ്നം കണ്ടു, നമ്മൾ വല്ലാണ്ട് ടെൻഷനായി പേടിച്ചു എന്നാണെങ്കിലും അതുപോലും ഭഗവാൻ മാറ്റിത്തരും. അതിനാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ഭഗവാനെ സ്മരിക്കണം, ഭഗവാനെ ധ്യാനിക്കണം. സദാസമയവും ഈശ്വരനാമത്തിൽ നമ്മളിങ്ങനെ ഇരിക്കണം. കാരണം അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ല അമ്മേ, പോമ്മേ, ലൈവാണമ്മേ. അമ്മ മഞ്ചരീസിലും മെസ്സേജ് ഇട്ടിട്ട് നമ്മൾ തമാശ പറയണ പോലെയല്ല. ഇത് കാണാത്ത ആൾക്കാർ കണ്ടാൽ പറയും, ഓഹോ ഇങ്ങനെയാണ് അങ്ങനെയാണ്. അമ്മ എൻ്റെ അമ്മയാണെന്ന് അവർക്കറിയില്ലല്ലോ. അമ്മേ സുധാമൻ്റെ അമ്മയെന്നുള്ള കാര്യം പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ. പോ അമ്മ, കളിയാക്കാതെ. അപ്പോൾ എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, എപ്പോഴും ധ്യാനിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് ഭഗവാൻ നമ്മൾ ഓർമ്മപ്പെടുത്തും. അതൊരു സ്വപ്നത്തിലൂടെ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടയാളങ്ങളിലൂടെ ആവാം. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു അനുഗ്രഹം അത് ഭഗവാൻ നമുക്ക് നൽകും. അതുകൊണ്ടാണ് ഭഗവാനെ ദുസ്വപ്നനാശനഃ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിലെ അനർത്ഥങ്ങളെ ഭഗവാൻ മാറ്റിത്തരും. പിന്നെന്താ പറയണത്, വീരഹ രക്ഷണ എന്ന് പറയുന്നുണ്ട്. അതായത് സംസാരികൾക്ക് മുക്തിയെ പ്രദാനം ചെയ്ത് അവരുടെ പലവിധത്തിലുള്ള ഗതികളെ ഹനിക്കുന്നവൻ. സംസാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാര്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുകൾ, നമ്മൾ കുറേ ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കണ്ടല്ലേ, ഇവരൊക്കെ സംസാരികളാണ്. അതായത് മായാലോകത്ത് കുടുങ്ങിക്കിടക്കാണ്. എനിക്ക് ഈ ലോകത്ത് ജീവിച്ചാൽ മതി, ഇവിടെയാണ് സുഖം, ഇതാണ് സമാധാനം, അയ്യോ ഞാൻ വെച്ച വീട് വിട്ടെങ്ങനെ ഞാൻ മരിച്ചു പോവും, അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസ്, എൻ്റെ ഗോൾഡ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അമ്മ ഭർത്താവ് കുട്ടികൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കാറ്, ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതികൾ, എൻ്റെ ജോലി പൊസിഷൻ. പക്ഷെ ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് പോണ്ടവരാണ്. ആ ഒരു ചിന്തയില്ലാതെ എപ്പോഴും വെട്ടിപ്പിടിക്കലിന്റെ പിന്നാലെയും എൻ്റെ എന്ന തോന്നലിൽ നമ്മൾ പെർമനന്റായി ഇവിടെ ജീവിക്കുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതി.
പക്ഷെ അതൊന്നും ഇല്ല. ഇതൊരു മായാലോകമാണ്, ഇതൊരു ഫോട്ടോസ്റ്റാറ്റ് ആണ്. ഈ ലോകത്ത് നമ്മൾ പെർമനന്റ് അല്ല, സ്ഥിരതയുള്ളവരല്ല എന്ന ഒരു ബോധം നമ്മൾക്ക് വേണം. അതില്ലാതിരിക്കുന്നത് കൊണ്ടാണ് മായയോടൊപ്പം ഈ ലോകം മിഥ്യയല്ല സത്യമാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സംസാരികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ലോകത്ത് മായയോടൊപ്പം യാഥാർത്ഥ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ ലോകത്തിലെ ജീവികളെ, അതായത് സംസാരികളെ, നമ്മൾക്ക് എന്താണ് ഭഗവാൻ തരേണ്ടത്? മുക്തിയും മോക്ഷവുമാണ് തരേണ്ടത്, അല്ലെ? സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്ന് പറയാറില്ലേ നമ്മള്? അപ്പൊ അതേപോലെ മോക്ഷം ലഭിക്കണം നമുക്ക്. ആ മോക്ഷത്തിനായിട്ടാണ് നമ്മുടെ ജീവാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ മോക്ഷം നൽകി ഈ ലോകം മായാണെന്ന് അറിയാതെ ഈ ലോകത്തിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ജീവിച്ചിട്ട് ഈ ലോകമാണ് സത്യമെന്ന് ചിന്തിച്ച് ജീവിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾക്ക് മുക്തിയെ പ്രദാനം ചെയ്ത്, അതായത് മോക്ഷം നൽകി മുക്തി നൽകിക്കൊണ്ട് അവരുടെ പല വിധത്തിലുള്ള എന്താ പറയാ ഗതികളെ ഹനിക്കുന്നവൻ, നമ്മളുടെ പലവിധ ചിന്തകളെ ഭഗവാൻ ഇല്ലാണ്ടാക്കുകയാണ്. ഇപ്പൊ നമ്മൾ കുറെ കാലം വരെ നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഈ ലോകത്തിനോട്. അത് കിട്ടണം, ഇത് കിട്ടണം, അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ. ഇന്നിപ്പോ കുറെ ക്ലാസ് കേട്ട് നമ്മൾ ഇന്നിപ്പോ ഈ സമയത്ത് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് വലിയ അറ്റാച്ച്മെന്റ് പലതിനോടും ഇല്ല, അല്ലെ? എനിക്ക് തോന്നുന്നു ഒരു 40% ആളുകളെങ്കിലും ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, എന്തിനാ ഭഗവാൻ തരണമെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ എത്തി. അതെങ്ങനെയാണ് എത്തിയത്? നമ്മൾ ക്ലാസ് കേട്ടും ഭഗവാനെ കുറിച്ച് സ്മരിച്ചും കീർത്തനം ചെയ്തും ഭഗവാനെ കുറിച്ച് കേട്ടും നമ്മൾ ഏകാദശി പോലുള്ള വ്രതങ്ങൾ എടുത്തും അതുപോലെ ഗ്രന്ഥങ്ങൾ വായിച്ചും നമ്മൾ ഭഗവാനുമായിട്ട് അറ്റാച്ച്ഡ് ആയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ലോകവുമായിട്ട് നമ്മൾ ഡിറ്റാച്ച്ഡ് ആക്കി. അതായത് വേണ്ട, ഉണ്ടെങ്കിൽ നമ്മൾ ആരും നോക്കിയില്ലെങ്കിൽ ഭഗവാൻ ഉണ്ടാവും എന്ന മനസ്ഥിതിയിലേക്ക് നമ്മൾ വന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇഷ്ടപ്പെട്ട പല ഭക്ഷണങ്ങളും നമ്മൾ ഒഴിവാക്കിയില്ലേ? ചിക്കൻ, മട്ടൺ, എനിക്ക് താല്പര്യമില്ല പറയാൻ. നോൺ വെജ് ഒഴിവാക്കി, കോഫി, ടീ ഒഴിവാക്കി, ഉള്ളി, വെളുത്തുള്ളി, സവാള, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി. ഇതൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മനസ്ഥിതിയുള്ള ആൾക്കാരായിരുന്നു നമ്മൾ. ഇപ്പൊ അതെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് പോയി. ഇതൊന്നും വേണ്ട. എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ഓക്കെ, ഫ്രൂട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല, ഭഗവാനെ നിവേദിച്ചതാണ് ഓക്കെ, അല്ലെ? ഒരു നേരത്തെ ഭക്ഷണം മതി. അതുപോലെ ഏകാദശി എന്ന് പറയുമ്പോൾ അയ്യോ ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതിരിക്കുക, എനിക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അല്ല, എന്തെങ്കിലും ഇളനീര് കഴിച്ചാലും എടുക്കാം മാതാജി എന്ന് പറഞ്ഞാൽ വേണ്ട മാതാജി, ഞാൻ നിർജ്ജല എടുക്കാം. ആ ഒരു മനസ്ഥിതിയിലേക്ക് നമ്മൾ വന്നു, അല്ലെ? എനിക്ക് ഏകാദശി എടുക്കണം, ഏകാദശിക്ക് ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഇനി യാത്രയിലാണെങ്കിലേ വല്ല ഇളനീരോ അങ്ങനെ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ, ഫ്രൂട്ട്സ് കഴിക്കത്തുള്ളൂ, ഏകാദശി നിർബന്ധമാണ് എന്നൊരു മനോഭാവത്തിലേക്ക് എത്തി. എന്നാൽ ഏകാദശി കഴിഞ്ഞ അടുത്ത ദിവസം പ്രദോഷമാണ്. മിക്കപ്പോഴും ഏകാദശിയുടെ നെക്സ്റ്റ് ഡേ പ്രദോഷമാണെങ്കിലോ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ജലപാനം പോലും പറ്റില്ല. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടും ഒരു ദിവസം മുഴുവൻ ലഘുവായ ഭക്ഷണം കഴിച്ചിട്ടും അടുത്ത ദിവസം വീണ്ടും പട്ടിണി കിടക്കാൻ റെഡിയാവാണ് നമ്മള്. നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ നമ്മൾ അതിന് എന്താണ് ചെയ്യുന്നത്? നമ്മൾ പ്രാപ്തമാക്കി, അല്ലെ? അതായത് ഭക്ഷണത്തിനോട് പോലും എനിക്ക് വലിയ അറ്റാച്ച്മെന്റ് ഇല്ല, എൻ്റെ വിശപ്പ് മാറാൻ എനിക്ക് പറ്റുന്ന എന്തെങ്കിലും എന്താണോ ഉള്ളത് അത് എന്ന മനോഭാവത്തിലേക്ക് നമ്മളെ ഭഗവാൻ എത്തിച്ചു. അതുകൊണ്ടാ പറയുന്നത്, സംസാരികൾക്ക് മുക്തിയെ നൽകുക മാത്രമല്ല ചെയ്യുന്നത് ഭഗവാൻ, നമ്മുടെ മനസ്സും കൂടി ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിനോടുള്ള ആ അറ്റാച്ച്മെന്റിൽ നിന്ന് ഭഗവാൻ പുറത്തു കൊണ്ടുവരികയാണ്. എന്നിട്ടോ പിന്നെന്താ പറയുന്നത്? വീരഹ രക്ഷണ എന്ന് പറയുന്നു. സത്വഗുണത്തെ അവലംബിച്ചുകൊണ്ട് 3 ലോകങ്ങളെയും ഭഗവാൻ രക്ഷിക്കുകയാണ്, അല്ലെ? ഭഗവാൻ സത്വഗുണത്തിലാണ് നിലനിർത്തുന്നത് നമ്മളെ. പണ്ടൊക്കെ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പണ്ടാരടങ്ങാൻ അവൻ നശിച്ചു പോട്ടെ, അവന്റെ നാശം എൻ്റെ കണ്ണിൽ കാണണം, ഇതായിരുന്നു നമ്മുടെ മനോഭാവം. അല്ലെങ്കിൽ അവന് പണി കിട്ടും, അതിനുവേണ്ടി ഞാൻ ജീവിക്കും എന്ന മനോഭാവത്തിൽ നിന്ന് ഇപ്പൊ എന്തായി? ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ പോട്ടെ, സാരില്ല, അവർക്ക് അറിയാണ്ട് പറയുന്നതാണ്, സാരില്ല, ഭഗവാൻ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, അവർക്ക് നല്ലോണം ചിന്തിക്കാൻ, നല്ലത് ചിന്തിക്കാനുള്ള മനോഭാവം കൊടുക്കട്ടെ എന്ന മനസ്ഥിതിയായി. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ല, അത് എൻ്റെ കർമ്മയാണ് ഞാൻ അനുഭവിച്ചത്, എൻ്റെ കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നു. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ നമുക്കൊക്കെ റിവെഞ്ചിങ് മെന്റാലിറ്റി ആയിരുന്നു. അവൻ 1 പറഞ്ഞാൽ ഞാൻ 2 പറയും, ഞാൻ 2 പറഞ്ഞാൽ അവൻ 4 പറയും. ഇപ്പൊ ആ ഒരു ചിന്തയില്ല. നമസ്തേ കണ്ണ. ഇപ്പൊ ആ ഒരു ചിന്തയില്ല. ഇപ്പൊ എന്താണ്? പോട്ടെ, സാരല്ലേ, അവരറിയാണ്ട് പറഞ്ഞു, അവരും നാമം ചൊല്ലുന്ന ആൾക്കാരല്ലേ, ഒരു കാലത്ത് ഭഗവാന്റെ നാമം ഒരുപാട് ചൊല്ലി, അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മളെ ഒരുപാട് സഹായിച്ച വ്യക്തികൾ, അവർക്ക് നല്ലത് ചിന്തിക്കാനുള്ള മനസ്ഥിതി കൊടുക്കട്ടെ, അവർക്ക് നമ്മളോടുള്ള വിദ്വേഷം മാറട്ടെ, ഇങ്ങനെ ഒരു മനോഭാവമായി നമുക്ക്. അതുകൊണ്ട് അതെന്താണ്? സത്വഗുണമാണത്.
അതേസമയം രജോ തമോ ഗുണങ്ങളൊക്കെ ആണെങ്കിലോ എങ്ങനെയും നമുക്ക് മറ്റുള്ളവരോട് പ്രതികാരമാണ്. ഇപ്പൊ പ്രതികാര മനോഭാവമൊന്നുമില്ല, അവർക്ക് ഭഗവാൻ നല്ലത് ചിന്തിക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ. ഇതാണ് സത്വഗുണം എന്ന് പറയുന്നത്. മനസ്സിലായി? ഭഗവാൻ സത്വഗുണമാണ്. ആ സത്വഗുണം നിലനിർത്തിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? 3 ലോകങ്ങളെയും സംരക്ഷിക്കുന്നു, എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും സംരക്ഷിക്കുന്നു. എങ്കിലും പറയാണ് 3 ലോകങ്ങളെയും ഭഗവാൻ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ വിഷ്ണു സഹസ്രനാമത്തിൽ 99ാമത്തെ ശ്ലോകത്തിൽ രക്ഷണ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. പിന്നെയോ രക്ഷണ സന്തോ ജീവന എന്ന് പറയുന്നുണ്ട്. എന്താ സന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജ്ജനങ്ങളുടെ രൂപത്തിൽ വർത്തിക്കുന്നു. എങ്ങനെയാ ഭഗവാൻ സജ്ജനങ്ങളുടെ രൂപത്തിൽ വർത്തിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, അന്ന് ഒരു ദിവസം നമ്മൾ ഒന്ന് ട്രാവൽ ചെയ്യാണ്, മൂകാംബികയിലേക്ക് ട്രാവൽ ചെയ്യുമ്പം പൊതുവേ നമ്മൾ യാത്ര ചെയ്യുന്ന തേർഡ് എ സിയിൽ, കാരണം കുറച്ച് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി. പക്ഷെ അന്ന് നമ്മൾക്ക് തേർഡ് എ സി കംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്ലീപ്പർ കിട്ടുകയാണ്. ആ സ്ലീപ്പറിൽ ഒരാൾ രാത്രി എല്ലാവരും നമ്മൾ ഉറങ്ങുമ്പം ഡ്രിങ്ക്സ് കഴിച്ചു വന്നിട്ട് നമ്മൾക്ക് കുറച്ച് ഉപദ്രവമായി. അപ്പോൾ നമ്മൾ ആകെ ടെൻഷനായി. നൈറ്റ് ഞാനും നല്ല ഉറക്കത്തിൽ, എല്ലാവരും ടയർഡാണ്. പെട്ടെന്ന് മോൾ എണീറ്റിട്ട് ആൻറ്റി ഇങ്ങനെ ഒരു പ്രോബ്ലമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആകാശ് എന്ന് പറയുന്ന ഒരു പയ്യൻ, എൻ്റെ കയ്യിൽ അവൻ്റെ നമ്പറൊക്കെ ഉണ്ട്, ആ കുട്ടി ഹൈദരാബാദിലേക്ക് പോവാണ്. ഉടനെ എണീച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അവനുണ്ടായിരുന്നത്. എന്താ ചേച്ചി എന്ന് ചോദിച്ചു. മോനെ ആരോ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കിയെന്ന് പറയുന്നു. പിന്നെ വണ്ടി തടഞ്ഞിട്ടിട്ട് അവനെ അന്വേഷിക്കാൻ ഇറങ്ങുകയാണ് അവൻ, ആകാശ്. ഞങ്ങളുടെ ഒപ്പം തന്നെ അന്വേഷിക്കാൻ ഇറങ്ങുന്ന, പോലീസിനെ ഇൻഫോം ചെയ്യുന്ന, TTനെ ഇൻഫോം ചെയ്യുന്ന. എത്ര നേരമാണെന്നറിയാമോ അവന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ വണ്ടി മൊത്തത്തിൽ പരതി, ജനറൽ കമ്പാർട്ട്മെന്റ് വരെ ആ രാത്രിയിൽ പോലീസിനോട് കൂടി ഞങ്ങൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു സജ്ജനമായിട്ട് ആ കുട്ടി അവിടെ വരികയാണ് അല്ലേ. ആരോ ആയിക്കോട്ടെ, എവിടെയോ, പക്ഷെ ഞാനിപ്പോഴും അവനായിട്ടുള്ള ഒരു കോൺടാക്ട് എൻ്റെ സ്വന്തം അനിയനെ പോലെ ഞാനത് കീപ്പ് ചെയ്യുന്നു ആകാശിനെ. മേ ബി അവൻ ഈ ലൈവ് കാണുന്നുണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ റെക്കോർഡ് ലൈവ് കാണാമായിരിക്കാം. എന്ത് തന്നെ ആയാലും ഇനി എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ ആകാശിനെ കാണുമ്പോൾ ലൈവ് ഇടാട്ടോ. അപ്പോൾ ആ കുട്ടി അന്ന് അവിടെ ഒരു സജ്ജനത്തിൻ്റെ രൂപത്തിലാണ് നമ്മളിൽ വർത്തിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾക്ക് വേണ്ടിയിട്ട് ആ മിഡ് നൈറ്റിൽ, നൈറ്റ് 1:30 മണി സമയത്ത് നമുക്ക് വേണ്ടി, ആ കുട്ടി മാത്രമല്ല ഒരു അമ്മ, അതാണ് ഭയങ്കര രസമായിരുന്നു. അവരൊരു തമിഴ്നാട്ടിലുള്ള ഒരു ലേഡി, അവരും കുറച്ച് പ്രായമുള്ള ഒരു അമ്മയും കൂടി ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ആ ചേച്ചിയും ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം യാത്ര ചെയ്ത്, പാവം അവർക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ വരെ കഴിഞ്ഞു പോയി. കാസർഗോഡും കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കും തിരിച്ചു പോകാൻ അതിൽ കാശില്ല, അടുത്ത ട്രെയിൻ പിടിച്ച് പോകാൻ. അവർ ചോദിക്കുക കാസർഗോഡ് കഴിഞ്ഞോന്ന്. കഴിഞ്ഞിട്ട് എത്ര നേരമായി അക്കാന്ന് ചോദിച്ചാൽ അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവരും നമ്മളെ കൂടെ ഇയാൾക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം നമ്മൾ എന്നിട്ട് അവർക്ക് തിരിച്ചു പോകാനുള്ള കാശ്, ഫുഡിനുള്ള കാശ്, ഓട്ടോ കാശ് എല്ലാം കൊടുത്തു വിട്ടു. അങ്ങനെ സജ്ജനങ്ങളുടെ രൂപത്തിൽ ഒരു അത്യാപത്ത് വരുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ പ്രവർത്തിക്കും. അവരുടെ ഉള്ളിൽ ഭഗവാൻ തോന്നിക്കും. നമ്മൾ ഒറ്റയ്ക്കാവില്ല അല്ലേ. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മളെ കൂടെ 1-2 പേര് സഹായത്തിന് എത്തുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ അവരുടെ ഉള്ളിൽ തോന്നിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ സജ്ജനത്തിന്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു പറയുന്നത്. അപ്പൊ സജ്ജനങ്ങളുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നത്? സന്തഹ എന്ന് വിളിക്കുന്നത്. നമ്മൾ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രയാസം വരുമ്പോഴാണ് ഭഗവാൻ നമ്മളുടെ കൂടെ വരുന്നത്. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മളുടെ കൂടെ നിൽക്കണം, അങ്ങനെ ചിന്തിക്കരുത്. യഥാർത്ഥമായിരിക്കുന്ന ഒരു പ്രശ്നം വരുമ്പം ഉറപ്പായിട്ടും ഭഗവാൻ ആരുടെയെങ്കിലും രൂപത്തിൽ നമ്മളുടെ കൂടെ പ്രവർത്തിക്കും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇവിടെ പറയുന്നു ജീവന എന്ന് പറയുന്നത്. എന്താ ജീവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രജകളെയും പ്രാണന്റെ രൂപത്തിൽ ജീവിപ്പിക്കുന്നവൻ. ആലോചിച്ച് നോക്കൂ, ഭഗവാൻ എല്ലാവരുടെ ജീവിതത്തിലും, എല്ലാവരുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ ജീവാത്മാവായിട്ട് ഭഗവാൻ കുടികൊള്ളാണ് അല്ലെ. ഭഗവാൻ പരമാത്മാവായിട്ട് ഭഗവാൻ കുടികൊള്ളാണ്. ഈ പരമാത്മാവും ജീവാത്മാവുമായിരിക്കുന്ന നമ്മൾ സംയോജിച്ചാലാണ് എന്താവുന്നത്? എപ്പോഴും ആ ഒരു ആത്മാവ് ഈ ലോകത്തിലേക്ക് വരുന്നത്. അപ്പോൾ പരമാത്മാവായിട്ട് ഭഗവാൻ എന്താ ഓ സൂപ്പർ, ഓക്കെ താങ്ക് യു. ഞാൻ ശ്രീജുനോട് പറയാം. അപ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് ഭഗവാൻ എപ്പോഴും നമ്മളുടെ കൂടെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ ഒരു ആപത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ. ആപത്ത് എന്നല്ല, എപ്പോഴും ഭഗവാൻ ഉണ്ടാവും. ഇനിയൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, പരമാത്മാവും ജീവാത്മാവും കൂടെ സംയോജിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രജകളെയും പ്രാണന്റെ രൂപത്തിൽ ജീവിപ്പിക്കുന്ന ആരാന്ന് വെച്ചാൽ ഭഗവാനാണ്. ഓക്കെ, തീർച്ചയായിട്ടും ചിഞ്ചു മാതാജി.
പിന്നെ പറയുന്നു പര്യവസ്ഥിത എന്ന് പറയുന്നുണ്ട്. വീരഹ രക്ഷണ സന്തോ ജീവന പര്യവസ്ഥിത. പര്യവസ്ഥിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ എല്ലായിടത്തും വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ. നമ്മൾ എല്ലാ ലൈൻസിലും പഠിച്ചിട്ടുണ്ട്, എല്ലാ ശ്ലോകത്തിലും നമ്മൾ പഠിച്ചു ഭഗവാൻ സർവ്വവ്യാപിയാണ് എന്ന്. അത്രയേ ഉള്ളൂ ഇവിടെ അർത്ഥം. പര്യവസ്ഥിത, ഈ ലോകം മുഴുവൻ, ഈ ലോകം എന്നല്ല സകല ബ്രഹ്മാണ്ടങ്ങളിലും ഭഗവാൻ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ പര്യവസ്ഥിത എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൽ 99ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയണത്, എനിക്ക് ഇടയ്ക്ക് നിങ്ങളിങ്ങനെ എന്തെങ്കിലും കമൻസ് ഇടുമ്പോഴേ ക്ലാസ്സിൽ നിന്ന് സ്കിപ്പായി പോകുന്നു. ഓക്കെ, എനിവേ അത് കാരണം ഞാൻ കമൻസ് വായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ കണ്ണങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധ വിട്ടു പോകുന്നു. സോറി, മെസ്സേജ് ഇട്ട് വെക്കും മഞ്ജരീസിലേക്ക്, ഞാൻ വായിക്കാം കേട്ടോ. അപ്പോൾ 99ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പം ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നനാശനഃ വീരഹ രക്ഷണ സന്തോ ജീവന പര്യവസ്ഥിത. 99ാമത്തെ ശ്ലോകം. അതിൻ്റെ അർത്ഥം സംസാര സാഗരത്തിന്റെ, ഈ ലോകത്തിന്റെ മറുകരയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഭഗവാനാണ്. പാപങ്ങളാവുന്ന ദുഷ്കർമ്മങ്ങളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് ഭഗവാനെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ നമുക്ക് പുണ്യം നൽകുന്നതും ഭഗവാനാണ്. ധ്യാനിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വരാൻ പോകുന്ന അനർത്ഥങ്ങളെയെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ട് അതിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കുന്നത് ഭഗവാനാണ്. സംസാരികൾക്ക്, അതായത് ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് മുക്തിയെ പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ്. സത്വഗുണം കൊണ്ട് തന്നെ ഭഗവാൻ എന്തു ചെയ്യുന്നു? 3 ലോകങ്ങളെയും രക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സജ്ജനങ്ങളുടെ, നല്ല ജനങ്ങളുടെ, മറ്റുള്ളവരെ സഹായിക്കാൻ മനോഭാവമുള്ള ജനങ്ങളുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നതും ഭഗവാനാണ്. എല്ലാ പ്രജകളുടെയും പ്രാണനായി ഒരു പരമാത്മാവ് ജീവാത്മാവുമായി സംയോജിച്ചുകൊണ്ട് എല്ലാ പ്രജകളുടെയും പ്രാണനായി മാറുന്നതും ഭഗവാനാണ്. ആ ഭഗവാൻ സമസ്ത ലോകങ്ങളിലും വ്യാപിച്ചിങ്ങനെ സ്ഥിതി ചെയ്യുന്നു. ക്ലിയർ? അതാണ് 99ാമത്തെ ശ്ലോകം. അങ്ങനെയുള്ള ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ക്ലിയർ? ഇനി 100ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോകുന്നു. 100ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ അനന്തരൂപോ അനന്തരൂപോ അനന്ത ശ്രീർജിത അനന്തരൂപോ അനന്ത ശ്രീ, അങ്ങനെ പഠിച്ചോളൂ. അനന്തശ്രീ ജിതമന്യു. വേർഡ്സ് പിരിച്ചു വായിച്ചു തരാം, അപ്പോഴേ നമുക്ക് വായിക്കാൻ കിട്ടത്തുള്ളൂ. അനന്തരൂപോ എന്ന് വെച്ചാൽ വിശ്വപ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നവനാകിയാൽ അനേകം രൂപങ്ങളുള്ളവൻ. ഭഗവാൻ ഒരുപാട് രൂപങ്ങളുണ്ട്. അനേകം നാമങ്ങളുള്ളതുപോലെ തന്നെ ഭഗവാന് ഒരുപാട് രൂപങ്ങളുമുണ്ട്. അനന്തരൂപനാണ് ഭഗവാൻ. മനസ്സിലായോ? ഒരുപാട് രൂപങ്ങളുമുണ്ട്, ഒരുപാട് നാമങ്ങളുണ്ട്. അതുകൊണ്ട് ഭഗവാന് അനന്തരൂപോ എന്ന് വിളിക്കുന്നു. പിന്നെയോ അനന്തശ്രീർ. അനന്തശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരിമിതമായിരിക്കുന്ന ഉത്കൃഷ്ട ശക്തിയോടുകൂടിയവൻ. നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും ശക്തിയാണ് ഭഗവാന്. അത്രയും വലിയ ശക്തി ഉള്ളത് കൊണ്ടാണ് ഭഗവാന് അനന്തശ്രീ എന്ന് വിളിക്കുന്നത്. ഇനിയോ ജിതമന്യുർ. ജിതമന്യുർ എന്ന് പറഞ്ഞാൽ ക്രോധത്തെ ജയിച്ചവൻ. ഭഗവാന് പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല. ഭഗവാന്റെ ഭക്തരെ ആരെങ്കിലും ഉപദ്രവിച്ചാലേ ദേഷ്യം വരൂ. ക്രോധത്തെ ജയിച്ചിരിക്കുകയാണ് ഭഗവാൻ. പെട്ടെന്നൊന്നും ഭഗവാൻ വയലന്റ് ആവില്ല കേട്ടോ. പിന്നെയോ ഭയാവഹ. ഭയാവഹ, അതായത് അനന്തരൂപോ അനന്ത ശ്രീജിത മന്യുർ ഭയാവഹ. അതായത് ഭയാവഹ എന്ന് പറഞ്ഞാൽ ജീവന്മാർക്ക് സംസാര ഭയത്തെ നശിപ്പിക്കുന്നവൻ. അതായത് നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ മരണത്തെ ഭയക്കുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് മരണത്തെ പേടില്ല. നമ്മൾ എന്താ പറയാ, ഭഗവാൻ വിളിക്കുമ്പോൾ നമ്മൾ പോവും. ഈ ലോകത്ത് ആരും പെർമനന്റ് ആയിട്ട് ജീവിക്കാൻ വന്നവരല്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോവും. എൻ്റെ ജീവിക്കേണ്ട സമയം കഴിഞ്ഞാൽ ഭഗവാൻ എന്നെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയാൽ നമ്മൾ എന്തുമാത്രം സങ്കടപ്പെടും. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ളവരാണ് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളുടെ സംസാര ഭയത്തെ, അതുപോലെ ഈ ലോകത്ത് ജീവിക്കാനുള്ള ഭയത്തെയും നമ്മളെല്ലാം മരണഭയത്തെ പോലും ഭഗവാൻ എന്ത് ചെയ്യുന്നു? നശിപ്പിച്ചു തരുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ ഭയാപഹ എന്ന് വിളിക്കുന്നത്. ഇനിയോ ചതുരശ്ര. ചതുരശ്ര എന്ന് പറഞ്ഞാൽ ജീവന്മാർക്ക് കർമാനുസാരിയായിരിക്കുന്ന ഫലം കൊടുക്കുന്നവനാകയാൽ യുക്തനായിട്ടുള്ളവൻ. അതായത് നമ്മൾ ഈ ലോകത്ത് നന്മ ചെയ്താൽ അതിന് ന്യായമായ പ്രതിഫലം ഭഗവാൻ നമുക്ക് തരും. നമ്മളെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ധർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാനെ ചതുരശ്ര എന്ന് വിളിക്കുന്നത്. നമ്മൾ ജീവിക്കുമ്പോൾ കർമ്മത്തിനനുസരിച്ച്, ഭഗവാന്റെ വാക്കിനനുസരിച്ച് നമ്മൾ കൃത്യമായി ധാർമ്മികമായ ഒരു ജീവിതയാത്രയിൽ നമ്മളിങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മം എപ്പോഴും ധാർമ്മികമായിരിക്കണം. സത്യം, നീതി, ന്യായം, ധർമ്മം, ഈ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലം അത് ഭഗവാൻ നമുക്ക് തരും. അപ്പം നിങ്ങൾ ചോദിക്കും, മാതാജി ഞാൻ ഇത്രയും കാലം നന്നായിട്ട് തന്നെയാണ് ജീവിച്ചത്, എന്നിട്ട് എന്താ പ്രശ്നങ്ങൾ? ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ബർത്ത് ആയിരുന്നു. കഴിഞ്ഞ ജന്മത്തിലോ അതിൻ്റെ മുമ്പത്തെ ജന്മത്തിലോ നമ്മൾ ചെയ്തു പോയിരിക്കുന്ന എന്താ പറയാ
അതെ, തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ ഭഗവാൻ പല രൂപത്തിലും വരും. അപ്പോൾ നമ്മൾ ചെയ്തു പോയ പല പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ജന്മത്തെ അനുഭവിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ചെയ്തതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് അതിന് മുമ്പത്തെ ജന്മത്തിലൊക്കെ നമ്മൾ ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്ര അനുഭവിച്ചാൽ പോരാ നമ്മൾ. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ അങ്ങനെ 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 അതിന്റെ കാഠിന്യം കുറക്കുകയാണ്. ഇപ്പൊ ഒരു 10 കിലോ അരി എടുത്ത് നമ്മൾ തലയിൽ വെക്കുക, നമുക്ക് പൊക്കാൻ വലിയ പ്രയാസമായിരിക്കും അല്ലേ? പക്ഷെ ഭഗവാൻ അതൊന്നും ഇങ്ങനെ താങ്ങിത്തരാണ്, അല്ലെ മറ്റാരെങ്കിലും ഒന്ന് താങ്ങിത്തരാണെങ്കിൽ നമുക്ക് എന്തായി എളുപ്പത്തിൽ അതിന്റെ ഭാരം കുറയും. അതേപോലെ നമ്മൾ ചെയ്ത പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അതിന്റെ ആ വെയിറ്റ് ഭഗവാൻ ഒന്ന് താങ്ങി തരുന്നുണ്ട്. എന്നാലും നമ്മൾ വരേണ്ട പ്രശ്നം, അല്ലെ കണ്ണിന് വരേണ്ടത് കണ്ണിന്റെ പുരികത്തായി എന്ന് പറയുന്ന പോലെ വരുന്ന പ്രശ്നത്തിന്റെ, നമ്മൾ അനുഭവിക്കേണ്ട പ്രശ്നത്തിന്റെ ഭാരം ഭഗവാൻ, കാഠിന്യം കുറച്ച് തരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും അതിന് തക്കതായ പ്രതിഫലം ഭഗവാൻ നമ്മൾക്ക് നൽകിയിരിക്കും. ഇനിയോ ഗഭീരാത്മ എന്ന് പറയുന്നു. ചതുരശ്രോ ഗഭീരാത്മ, അതായത് സ്വരൂപം അഥവാ മനസ്സ്, ഗംഭീരമായിട്ടുള്ളവൻ. അതായത് അളക്കാൻ പറ്റില്ല ഭഗവാന്റെ രൂപത്തെയും ഭഗവാന്റെ മനസ്സിനെയും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാൻ പറ്റില്ല. ഭഗവാൻ ഏത് സമയത്ത് ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ ആരുടെ മുന്നിൽ വരും എന്നുള്ളത് നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല. ഭഗവാന്റെ ആ ഒരു രൂപം, ഭാവം, രീതികള്, ഭഗവാൻ നമ്മുടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, നമ്മളൊന്ന് ചിന്തിക്കും, ഭഗവാൻ മറ്റൊന്ന് പ്രവർത്തിക്കും. ഈശ്വര എനിക്കൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന നമുക്ക് ഭഗവാൻ എല്ലാം കൊണ്ടുത്തരും. അപ്പൊ നമ്മൾ എന്താ പറയുക, ഭഗവാനെ ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ. അങ്ങനെ ഭഗവാൻ ഓരോ നിമിഷവും നമ്മളിൽ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, ഭഗവാന്റെ മനസ്സിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അതൊന്നും അളക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗഭീരാത്മ എന്ന് വിളിക്കുന്നത്. ഇനിയോ ഗഭീരാത്മ വിദിശോ വ്യാദിശോ ദിശ എന്ന് പറയുന്നു. എന്താ വിദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾക്ക് വിശേഷ രൂപത്തിൽ വിവിധങ്ങളായിരിക്കുന്ന ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. അപ്പം ഭഗവാനെ സ്മരിക്കുന്നവർക്ക് മാത്രമല്ല, അധികാരികളായിരിക്കുന്നവർ, ഈ ഭൂമിയിൽ രാജാക്കന്മാരാവട്ടെ, മന്ത്രിമാരാവട്ടെ, ഇപ്പൊ കുറച്ച് പൊളിറ്റിക്സ് ആയിട്ടുള്ളത് മാറി, രാജകീയ ഭരണമല്ല. അപ്പൊ എന്ത് തന്നെയായാലും അധികാരം ആയിരിക്കുന്ന ആളുകൾക്ക്, അധികാരികൾക്ക് വിശേഷ രൂപത്തിൽ വിവിധങ്ങളായിരിക്കുന്ന ഫലങ്ങളെ കൊടുക്കുന്നുണ്ട് ഭഗവാൻ. ആരാവട്ടെ, ഇപ്പൊ നമ്മൾ പൊളിറ്റിക്സ് മാത്രം പറയാൻ പറ്റില്ല, നമുക്ക് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, സ്കൂളിലെ ടീച്ചേഴ്സ്, ആൾക്കാർ, അവരൊക്കെ ഓരോ അധികാരത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. അങ്ങനെ ആധികാരികമായി സ്ഥിതി ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും വിശേഷമായ രൂപത്തിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഓരോരോ ഫലങ്ങളെ കൊടുക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, ഇപ്പൊ ഞാൻ വലിയ സംഭവമായിട്ട് എനിക്ക് ഭയങ്കര അറിവൊക്കെ ഉണ്ടായിട്ടാണോ ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത്? ഒരിക്കലും അല്ല. എനിക്ക് അത്ര പറയാനുള്ള ഒരു അറിവും ഇല്ലാന്ന്, എൻ്റെ ഈ മണ്ടൻ തലയിൽ ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷേ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ എന്നിൽ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാനെന്ന വ്യക്തിയല്ല ഇമ്പോർട്ടന്റ്, ഭഗവാന് നിങ്ങളാണ് ഇമ്പോർട്ടന്റ്. ഭഗവാൻ എന്താ ചിന്തിക്കുന്നത്? ഇവളുടെ ഒരാളിലൂടെ ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ എത്രയോ പേര് ഇവളുടെ ക്ലാസ് കേൾക്കുന്നു, അത്രയും മക്കൾക്ക്, അത്രയും ജനങ്ങൾക്ക്, എൻ്റെ ഭക്തർക്ക് അതൊരു ആശ്രയമായി മാറുമെന്ന് ഭഗവാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഒരാളിലൂടെ പ്രവർത്തിച്ചിട്ട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഭഗവാൻ ഒരു അധികാരം തന്നിട്ടുണ്ട്. എന്താണ്? ക്ലാസ് എടുക്കൂ. അത് ഭഗവാൻ എന്നെ ഏൽപ്പിച്ച ഒരു അധികാരമാണ്. ഇപ്പൊ ഭഗവാൻ നാളെ തോന്നാൻ ഇവള് മതി ക്ലാസ് എടുക്കണ്ടെന്ന് വെച്ചാൽ ഭഗവാൻ അത് സ്റ്റോപ്പ് ചെയ്യും. ഈ സ്ഥാനത്ത് വേറെ ആളെ കൊണ്ടുവരും. അപ്പൊ മഞ്ജരീസിന്റെ ചെയർപേഴ്സൺ എന്നുള്ള ആ ഒരു വലിയ സംഭവം ഞാൻ തലയിൽ വെച്ചിട്ട് ഞാനാണെല്ലാം എന്നുള്ള ഭാവത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അത് ഭഗവാൻ നമുക്ക് നൽകിയ ഒരു ദയ, ഒരു അനുഗ്രഹം. അത് ഭഗവാൻ തീരുമാനിക്കുന്നവരെ ഞാനിരിക്കും. ഭഗവാൻ തീരുമാനിക്കണം നാളെ മുതൽ ഇവള് ചെയർപേഴ്സൺ ആയിരിക്കണം എന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഭഗവാൻ ആലോചിക്കണം മതി ഇവള് ക്ലാസ് എടുത്തെന്ന് വെച്ചാൽ ഇല്ല. അപ്പൊ നമ്മൾ ഒന്നുകൊണ്ട് എന്ത് ചെയ്യരുത്? അഹങ്കരിക്കരുത്. നമുക്ക് ഭഗവാൻ ഓരോ സ്ഥാനം തന്നിട്ട് ആ സ്ഥാനത്തിലൂടെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? വിശേഷ രൂപത്തിൽ വിവിധങ്ങളായിരിക്കുന്ന ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഭഗവാൻ ഇത് പറയാനുള്ള ഒരു അനുഗ്രഹമാണ് എനിക്ക് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ആ സ്ഥാനത്തിരുന്ന് അത് പറയുമ്പോൾ ഭഗവാൻ അതിനുള്ള ഒരു ഫലം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഓരോ അനുഗ്രഹങ്ങൾ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും കൊടുക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നത്? വിദിശ എന്ന് വിളിക്കുന്നത്. ഇനിയോ വ്യാദിശ എന്ന് പറയുന്നുണ്ട്. വിദിശോ വ്യാദിശോ ദിശ എന്നാ പറയുന്നത്. അപ്പോ വ്യാദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രാദികൾക്ക് വിവിധങ്ങളായിരിക്കുന്ന ആജ്ഞകളെ കൊടുക്കുന്നവൻ. ഇപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരാളൊരു ശബ്ദം ഉണ്ടാക്കിയാൽ നമ്മൾ പെട്ടെന്ന് ആ ശബ്ദം കേട്ട ഭാഗത്തേ നോക്കുന്നുണ്ട്. അത് നമ്മളെന്താ വിചാരിക്കുക? ഞാൻ കേട്ടു. പക്ഷെ ഈ കേൾക്കാൻ ആരാണ് പെർമിഷൻ കൊടുക്കുന്നത്? ഭഗവാൻ അല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പം ആ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് നിർദ്ദേശം നൽകുന്നത്? ഭഗവാനാണ്.
കാണാൻ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണുന്നില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എഴുതുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാണ്? അപ്പൊ ആ കാഴ്ചശക്തി, ആ ഇന്ദ്രിയത്തിന് അത് കാണാനും നമ്മുടെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി ആരാ കൊടുക്കുന്നത്? ഭഗവാനാ കൊടുക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ പോലും നമ്മൾ പോലും അറിയാതെ ഭഗവാൻ നിയന്ത്രിക്കുകയാണ്. ഈ ശരീരത്തിനുള്ളിൽ പരമാത്മാവിന്റെ രൂപത്തിൽ ഇരുന്നിട്ട് ഇന്ദ്രാദികൾക്ക്, അതായത് ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? നല്ലൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇന്ദ്രാദികൾക്ക്, അതായത് ദേവന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഇന്ദ്രിയങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഒപ്പം തന്നെ ഇനി ദേവന്മാരിലേക്ക് പോവുകയാണെങ്കിൽ വരുണദേവൻ, അതുപോലെ സൂര്യദേവൻ, ചന്ദ്രദേവൻ, ഇവരൊക്കെ ഏത് സമയത്ത് പ്രകാശിക്കണം, ഏത് സമയത്ത് പ്രകാശിക്കേണ്ട, അല്ലെങ്കിൽ എപ്പോഴാണ് കാറ്റ് വീശേണ്ടത്, എപ്പോഴാണ് അഗ്നി വരേണ്ടത്, അങ്ങനെ ഇവർക്കെല്ലാവർക്കും ഇന്ദ്രാദികൾക്ക് പോലും ഭഗവാൻ എന്ത് ചെയ്യുന്നു? ആജ്ഞകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മഴ പെയ്യണം, ഇപ്പൊ മഴ പെയ്യണ്ട, ഇപ്പൊ വെയിൽ വരണം, ഇപ്പൊ പൂക്കൾ ഉണ്ടാവണം, അല്ലെ ഇപ്പൊ കാറ്റടിക്കണം, ഇങ്ങനെ 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 ഇന്ദ്രാദികൾക്കും ഭഗവാൻ എന്ത് കൊടുക്കുന്നു? ആജ്ഞകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ വ്യാദിശ എന്ന് വിളിക്കുന്നു. ഇനി എന്താ പറയുന്നത്? ദിശഹ എന്ന് പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? വേദത്തിന്റെ രൂപത്തിൽ എല്ലാ കർമ്മികൾക്കും അവരവരുടെ കർമ്മഫലങ്ങളെ ദാനം ചെയ്യുന്നുണ്ട് ഭഗവാൻ, അല്ലെ. വേദങ്ങളിലൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? എല്ലാ വേദങ്ങളിലും ഭഗവാനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഭഗവാൻ ഇല്ലാത്ത ഒരു വേദവും ഇല്ല. അപ്പൊ വേദങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷ ഏവ കൃഷ്ണ എന്ന് പറയുന്ന പോലെ എന്തിനെ കുറിച്ചാണ്? ശ്രീമദ് ഭാഗവത്തെ കുറിച്ചാണ്, അല്ലെ. ഭാഗവതം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിരിക്കുന്ന ഭഗവാനാണ്. അപ്പൊ മഹാഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാഭാരതത്തിൽ ഇല്ലാത്തൊന്നും ലോകത്തിലില്ല, ലോകത്തിൽ ഇല്ലാത്തൊന്നും മഹാഭാരതത്തിലും ഇല്ല. അത്രയും കൃത്യമാണ്. ഇനി ഗീതയിലേക്ക് പോവുകയാണെങ്കിലോ, ഭഗവാൻ ഒരു ജീവാത്മാവ് എങ്ങനെ ഈ ഭൂമിയിൽ വന്നു, അല്ലെങ്കിൽ അവൻ എങ്ങനെ ജീവിക്കണം, സ്വന്തം ബന്ധങ്ങൾ ആരാണ്, അവന്റെ ശത്രുമിത്രങ്ങൾ ആരാണ്, ഇതെല്ലാം ഭഗവാൻ ഗീതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. വിഷ്ണു സഹസ്രനാമത്തിലൂടെ ആണെങ്കിലോ ഭഗവാന്റെ 1000 നാമങ്ങളെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഓരോ വേദങ്ങളിലും ഓരോ ഗ്രന്ഥങ്ങളിലും ഓരോ ഉപനിഷത്തുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും എല്ലാത്തിലൂടെയും ഭഗവാൻ എന്ത് ചെയ്യുന്നു? കർമ്മികൾക്കും അത് കൈകാര്യം ചെയ്യുന്നവർക്കും അത് പഠിക്കുന്നവർക്കും ഒക്കെ അവരുടെ കർമ്മഫലങ്ങളെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? നമുക്ക് ദാനം ചെയ്യാണ്. നമ്മളെല്ലാം പഠിക്കാനും നമ്മൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഉള്ള നമ്മളുടെ ആ ഒരു ക്ലാസ് അത് ഭഗവാൻ നമുക്ക് എന്ത് തരുന്നു? ഈ പറയുന്ന ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം തരികയാണ്. അവിടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു, ഇന്ദ്രാദി ദേവന്മാരെ നിയന്ത്രിക്കുന്നു, ഈ ബ്രഹ്മാണ്ടങ്ങളെ നിയന്ത്രിക്കുന്നു, സമസ്ത ജീവാത്മാക്കളെ നിയന്ത്രിക്കുന്നു. അതെ, നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ എന്നാ പറയണത്. ഭഗവാനേക്കാൾ വലിയൊരു ഗുരു ഇല്ല. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഭഗവാൻ ഇങ്ങനെ ഗ്രന്ഥങ്ങളിൽ കൂടെ പോലും നമ്മളെ ഓരോ നിമിഷവും ഭഗവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഫലവും നൽകുകയാണ്. അതാണ് 100ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. അനന്തരൂപോ അനന്ത ശ്രീർജിത മന്യു ഭയാഭഹ ചതുരശ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശഹ എന്നാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വപ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നവനാകയാൽ അനേക രൂപങ്ങളുള്ളവൻ ഭഗവാൻ. ഒരുപാട് രൂപത്തോടുകൂടി അപരിമിതമായിരിക്കുന്ന, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉത്കൃഷ്ട ശക്തിയോടുകൂടി ആ ക്രോധത്തെ എല്ലാം ജയിച്ചിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് സംസാര ഭയത്തെ എല്ലാം ഇല്ലാതാക്കി ജീവിക്കുന്നവർക്ക് കർമാനുസരിതമായിരിക്കുന്ന ഫലം നൽകിക്കൊണ്ട് ന്യായത്തോടുകൂടി മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഭഗവാന്റെ സ്വരൂപവും നമുക്ക് അളക്കാൻ പറ്റില്ല, ഭഗവാന്റെ മനസ്സും അളക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന അധികാരികൾക്ക് വിശേഷ രൂപത്തിൽ വിവിധമായിരിക്കുന്ന ഫലങ്ങളെ നൽകുന്ന, ഇന്ദ്രാദികളെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം ഒരുപോലെ നിയന്ത്രിച്ചുകൊണ്ട് അവർക്കെല്ലാം ആജ്ഞകൾ കൊടുത്തുകൊണ്ട് വേദത്തിന്റെ രൂപത്തിൽ എല്ലാ കർമ്മികൾക്കും അവരുടെ കർമ്മഫലങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ട് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെ വിളങ്ങുന്നു. ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ക്ലിയർ? 100ാമത്തെ ശ്ലോകം പഠിച്ചു. ഇനി 101ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. 101ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനാധിർ ഭുവോ ഭൂർഭുവോ എന്നാ പറയണത്. അനാദി. അപ്പൊ അനാദി എന്നുള്ളത് എടുക്കാം നമുക്ക്. അനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാറ്റിൻ്റെയും കാരണമാകിയാൽ ആദിയില്ലാത്തവൻ, പ്രപിതാമഹൻ. നമ്മൾ പറയാറില്ലേ ഭഗവാൻ എന്താ പറയാ, ഭഗവാൻ എല്ലാത്തിൻ്റെയും ബേസ്മെന്റ് ആണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാം തുടങ്ങിയിരിക്കുന്നത്. ആ ഗുരുവായൂരപ്പൻ എല്ലാത്തിൻ്റെയും മൂലസ്ഥാനമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കാരണം ആരാന്ന് വെച്ചാൽ സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. ആ എല്ലാത്തിൻ്റെയും കാരണമായതുകൊണ്ട് ഭഗവാൻ എന്ത് വിളിക്കുന്നു? അനാദി എന്ന് വിളിക്കുന്നു. ഇനി ബുർഭുവ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്. അയ്യോ, ഞാൻ ചത്തുവിടെ ചൂടെടുത്തിട്ട്. കളിയും വന്ന റൂമിൽ സുഖമായിട്ട് AC ഇട്ടിട്ട് ബെഡ്റൂമിന്റെ ഡോർ അടച്ചിട്ട് റൂമിൽ AC ഇട്ടിരിക്കുക. ഞാൻ ഇവിടെ വിയർത്ത് കുടിച്ച് ആകാറായി. കേരളത്തിൽ നല്ല മഴ, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട്.
അപ്പോൾ ഭഗവാൻ എന്തെന്ന് പറയും, നമ്മൾ അനാദി എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാത്തിൻ്റെയും കാരണമായിരിക്കുന്ന ബേസ്മെന്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് ഭഗവാന് അനാദി എന്ന് പറയുന്നത്. പിന്നെയോ ബുർഭുവ എന്ന് പറയുന്നു, എല്ലാത്തിൻ്റെയും ആധാരമായ, ഭൂമിയുടെയും ആധാരമായവൻ, ഭൂമിയുടെ പോലും ആധാരമാണ് ഭഗവാൻ. എല്ലാത്തിൻ്റെയും ആധാരമായിരിക്കുന്ന ഭഗവാനെ ബുർഭുവ, അതായത് ഭൂമിയുടെയും ബേസ്മെന്റ് ആരാന്ന് വെച്ചാൽ ഭഗവാനാണ് ബുർഭുവ. പിന്നെന്താ ആ ഫാൻ ഓഫ് ചെയ്തേ. പിന്നെന്താ പറയുന്നത്, ലക്ഷ്മി എന്ന് പറയുന്നു. അനാദിർ ബുർഭുവോ ലക്ഷ്മി. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശോഭയായിരിക്കുന്നവൻ. ഭഗവാന്റെ പക്ഷസ്ഥാനത്താണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. അപ്പൊ ആ ലക്ഷ്മിത്വം മുഴുവൻ ഭഗവാനിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ ശോഭയായിരിക്കും. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശോഭ, ഭഗവാൻ ശോഭയായിരിക്കുന്നവനാണ്. സുവിരോ, സുവിര എന്ന് പറഞ്ഞാൽ ശോഭനങ്ങളും വിവിധങ്ങളുമായിരിക്കുന്ന ഈരങ്ങളോട് കൂടിയവൻ, അതായത് ഗതികളോട് കൂടിയവൻ, സുന്ദരമായിരിക്കുന്ന സ്ഫുരണം ചെയ്യുന്നവൻ. ഭഗവാൻ അത്രയും ശോഭനമായിരിക്കുന്ന വിവിധമായിരിക്കുന്ന ഗതിയോട് കൂടിയവനാണ് ഭഗവാൻ. ഭയങ്കര ശോഭനമാണ്, വ്യത്യസ്തമാണ്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താ ഭഗവാന്റെ സൗന്ദര്യമൊക്കെ. ഇങ്ങനെ ഒരു ക്ലാസ്സിലൊന്നും വന്നിരുന്ന് പറഞ്ഞാൽ തീരില്ല. ഇനി ഈ ജന്മം മുഴുവൻ പറഞ്ഞാലും ഭഗവാന്റെ ശോഭയെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ടാണ് ഭഗവാനെ സുവീര എന്ന് പറയുന്നത്. ഓമനാമേ, സുഖമുണ്ടോ? വേദനയ്ക്കൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓമനക്കുട്ട. പിന്നെയോ രുചിരാംഗത എന്ന് പറയുന്നു. രുചിരാംഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളരൂപമായിരിക്കുന്ന തോൾവളകൾ അണിഞ്ഞവൻ. ഭഗവാന്റെ തോൾവളകളൊക്കെ എന്ന് പറഞ്ഞാൽ, തോൾവള എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മംഗളരൂപമാണ്, എല്ലാ ആഭരണങ്ങളും കേട്ടോ. പക്ഷെ തോൾവളകളെ കുറച്ചും കൂടി എടുത്തു പറയുന്നു വിഷ്ണു സഹസ്രനാമത്തിൽ. അതുകൊണ്ടാണ് രുചിരാംഗത എന്ന് പറയുന്നത്. മംഗളരൂപമായിരിക്കുന്ന തോൾവളകൾ അണിഞ്ഞതുകൊണ്ടാണ് ഭഗവാനെ രുചിരാംഗത എന്ന് അഭിസംബോധന ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്, ജനനോ ജനജന്മാധിർഭിമോ. ജനനോ എന്ന് പറഞ്ഞാൽ ജന്തുക്കളെ ജനിപ്പിക്കുന്നത്. എല്ലാവർക്കും ജന്മം നൽകുന്ന ആരാണ്? ഭഗവാനാണ്. അപ്പൊ ജന്തുക്കളെ ജനിപ്പിക്കുന്നത് ആരാണ്? ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് വിളിക്കുന്നത്? ജനനഹ എന്ന് വിളിക്കുന്നത്. ഇനി എന്താ പറയുന്നത്, ജനജന്മാധി, അതായത് ഉൽപ്പത്തിയുടെ ആദി, അതായത് മൂലകാരണമായവൻ. ഈ ലോകത്തിന്റെയും സകല ബ്രഹ്മാണ്ടങ്ങളുടെയും ഉൽപ്പത്തി, സ്റ്റാർട്ടിങ് ആരാണ്? ഭഗവാൻ. മൂലകാരണം ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ജനജന്മാദി എന്ന് പറയുന്നത്. സമസ്ത ജീവജാലങ്ങളുടെയും ബേസ്മെന്റ് ഭഗവാനാണ്. അവർക്ക് ജന്മം എടുക്കാനുള്ള കാരണം ഭഗവാനാണ്. ഇനി ഭീമ പരാക്രമ എന്ന് പറയുന്നു. ഭീമപരാക്രമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭീമം എന്ന് പറഞ്ഞാൽ ഭയകാരണമായവൻ. തെറ്റു ചെയ്യുന്നവർക്കും അധർമ്മം പ്രവർത്തിക്കുന്നവർക്കും ഭഗവാൻ എന്താണ്? സൂപ്പർ അമ്മ, ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മ ഇന്ന് രാവിലെ മെസ്സേജ് ഇട്ട് ഞാനിങ്ങനെ ഡബിങ്ങിന് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു അമ്മയുടെ മെസ്സേജ്. പെയിനായി, അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല മോളെ, വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായി ഭഗവാനോട് വൈകിട്ട് പൂജ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുറഞ്ഞല്ലോ അല്ലേ? കിച്ചൂട്ടൻ ഒരുപാട് നന്ദി. ഇനി അമ്മയ്ക്ക് അങ്ങനെ ഒരു വേദനയൊന്നും വരാതിരിക്കട്ടെ. തുടർന്നും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഭയകാരണമായവൻ, തെറ്റു ചെയ്യുന്നവന് എന്നും ഭഗവാൻ എന്താണ്? ഒരു പേടി സ്വപ്നമാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ഭീമഹ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഭീമപരാക്രമ എന്ന് പറയുന്നു. അസുരാദികൾക്ക് ഭയകാരണമായിരിക്കുന്ന പരാക്രമത്തോടു കൂടിയ ഒരു അസുരൻ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ അവന്റെ ആ ഒരു തെറ്റായ ചിന്താഗതിയും പ്രവൃത്തികളെല്ലാം ഭഗവാൻ നിഷ്പ്രയാസം ഇല്ലാതെയാക്കും. ഒരിക്കലും അസുരന് ഭഗവാന് ജയിക്കാൻ കഴിയില്ല. ആ അസുരനെ ഭഗവാൻ എന്തു ചെയ്യും? തീർച്ചയായിട്ടും ഭഗവാനെ, അവന്റെ അധർമ്മത്തെ ഭഗവാൻ അവസാനിപ്പിക്കും. അത് ഉറപ്പാ. അധർമ്മത്തെ അവസാനിപ്പിച്ചിട്ട് ധർമ്മത്തെ ഭഗവാൻ സംരക്ഷിക്കും. അതുകൊണ്ടാണ് ഭീമപരാക്രമ എന്ന് വിളിക്കുന്നത് ഭഗവാനെ. ക്ലിയർ? അപ്പം 101-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അനാധിർ ഭൂർഭുവോ ലക്ഷ്മി സുവിരോ രുചിരാംഗത ജനനോ ജനജന്മാധിർ ഭീമോ ഭീമപരാക്രമ. മനസ്സിലായിട്ടുണ്ടല്ലോ അതിൻ്റെ അർത്ഥം? എല്ലാറ്റിൻ്റെയും കാരണമായിരിക്കുന്ന, ആദിയില്ലാത്തവൻ, തുടക്കം എവിടെ നിന്നാണെന്ന് തിരിച്ചറിയാത്തവൻ, എല്ലാത്തിൻ്റെയും ആധാരമായിരിക്കുന്ന, ഭൂമിയുടെ പോലും ആധാരമായിരിക്കുന്ന, നല്ല ശോഭയോട് കൂടിയിരിക്കുന്ന, ശോഭനങ്ങളും വിവിധങ്ങളുമായിരിക്കുന്ന ഗതികളോട് കൂടിയിരിക്കുന്ന, മംഗളരൂപമായിരിക്കുന്ന തോൾവളകൾ ധരിച്ചിരിക്കുന്ന, എല്ലാ ജീവാത്മാക്കളെയും ജനിപ്പിക്കുന്ന, ഉൽപ്പത്തിയുടെ ആദിമൂല കാരണമായിരിക്കുന്ന, എല്ലാത്തിൻ്റെയും ആദിമൂല കാരണമായിരിക്കുന്ന, എല്ലാ തെറ്റു ചെയ്യുന്ന ആളുകൾക്കും ഭയകാരണമായിരിക്കുന്ന, അസുരന്മാർക്കെല്ലാം പേടി സ്വപ്നമായിരിക്കുന്ന, പരാക്രമത്തോടു കൂടിയിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കാം. അപ്പൊ 101-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി 102-ാമത്തെ ശ്ലോകമാണ്. 102-ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ, ആധാരനിലയോ ദാധ പുഷ്പഹാസ പ്രജാകര. ആധാരനിലയ എന്ന് പറഞ്ഞാൽ എന്താണ്? പൃഥ്വി, അതായത് ഭൂമി പോലെയുള്ള പഞ്ചഭൂതങ്ങളായിരിക്കുന്ന ആധാരങ്ങളുടെയും ആധാരമായിരിക്കുന്ന, എല്ലാത്തിൻ്റെയും ആധാരം, ഭൂമിയുടെയും പഞ്ചഭൂതങ്ങളുടെയും ഒക്കെ ആധാരം ആരാണെന്ന് വെച്ചാൽ ഭഗവാനാണ്.
അപ്പൊ എല്ലാത്തിൻ്റെയും ആധാരമായിരിക്കുന്നതുകൊണ്ട് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നു? ആധാര നിലയഹ എന്ന് വിളിക്കുന്നു. ഇനി ആധാധ എന്ന് പറയുന്നത്, ആധാര നിലയോ ധാത എന്നാ പറയുന്നത്. അതിൽ ആദധ എന്നുള്ള വേർഡ് എടുക്കുകയാണെങ്കിൽ തന്നെത്താൻ ധരിക്കുന്നവനാകയാൽ മറ്റൊരു ദാതാവില്ലാത്തവൻ. അതായത് ഭഗവാന് എന്താ പറയാ, ഭഗവാന്റെ പിന്നിൽ ആരുമില്ല, ഭഗവാന്റെ മുന്നിൽ ആരുമില്ല. തീർച്ചയായിട്ടും ഓമനാമേ, ഭഗവാന്റെ മുന്നിലും ആരുമില്ല, ഭഗവാന്റെ പിന്നിലും ആരുമില്ല. സർവശക്തിയും ഭഗവാൻ തന്നെ, ആദിയുമില്ല അന്തവുമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ ആധാധ എന്ന് വിളിക്കുന്നത്. ഓക്കെ. പുഷ്പഹാസ. പുഷ്പഹാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊട്ടുകളായി സ്ഥിതി ചെയ്യുന്ന പുഷ്പങ്ങളോടെ, മൊട്ടുകളായി സ്ഥിതി ചെയ്യുന്ന പുഷ്പങ്ങളുടെ ഹാസ വികാസത്തെ പോലെ പ്രപഞ്ച രൂപത്തിൽ വികസിക്കുകയാണ്. മൊട്ടുകളായി സ്ഥിതി ചെയ്യുന്ന പുഷ്പങ്ങളുടെ ആ ഒരു മുട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ വികസിച്ച് 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 പുഷ്പമായി മാറുന്നത് പോലെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? പ്രപഞ്ചത്തിൽ ഇങ്ങനെ വികസിക്കുകയാണ് ഭഗവാൻ. ഒരു മൊട്ടായി ഇരിക്കുന്നുണ്ട്, എന്നാൽ ഇങ്ങനെ വികസിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഭഗവാൻ, അല്ലെ? ഇങ്ങനെ എല്ലാത്തിലും ഒന്നിനും പോകാതെ ഭഗവാൻ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. അതുപോലെ ഭഗവാൻ ഇങ്ങനെ ഡെവലപ്പായിട്ട് ഇങ്ങനെ എപ്പോഴാണോ ഭഗവാൻ നമ്മളെ ആവശ്യം, ഒരു അത്യാവശ്യ കാര്യമാണെന്നാണെങ്കിൽ ഭഗവാൻ അവിടെ പ്രവർത്തിക്കും. അതുവരെ ഭഗവാൻ ഒരു മൊട്ടായി ഇങ്ങനെ ഇരിക്കും. നമ്മൾ ധ്യാനിച്ചാൽ മതി, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, സ്മരിച്ചാൽ മതി, ഭഗവാൻ വിരിയേണ്ട അടുത്ത് ഭഗവാൻ കൃത്യമായിട്ട് വിരിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് അച്യുതൻ എന്ന് വിളിക്കുന്നത്. ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ അച്യുതൻ. ഭഗവാന് സമയം നേരത്തെ ആവില്ല വരുന്നത്, ഭഗവാൻ നേരം വൈകിയും വരില്ല, കൃത്യസമയത്ത് ഭഗവാൻ വരും, അല്ലെ? കൃത്യതയോടുകൂടി ഭഗവാൻ വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ എന്ത് വിളിക്കുന്നത്? പുഷ്പഹാസ എന്ന് വിളിക്കുന്നത്. ഒരു പുഷ്പം, ഒരു മൊട്ട്, നമ്മുടെ ഉള്ളിലൊക്കെ ഭക്തിയുടെ ഒരു ചെറിയൊരു മൊട്ട് ഇങ്ങനെ ഇട്ടാൽ മതി, അതിങ്ങനെ മൊട്ടായിരിക്കും. പിന്നെ നമ്മൾ അതിങ്ങനെ പ്രാർത്ഥിച്ച് 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 ഒരു പൂവായി വിരിഞ്ഞ് വലിയൊരു പൂന്തോട്ടമാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അങ്ങനെയൊക്കെ കുറച്ച് ലിറ്ററേച്ചറായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. പൊന്നമ്മ മാതാജി, ഹസ്ബൻഡിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ. മാതാജിയുടെ ക്ഷേത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ വരാം. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ പുഷ്പഹാസ എന്ന് പറയുന്നത്. ഇനിയോ പ്രജാകര. പ്രജാകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുഷ്പഹാസ പ്രജാകര. പ്രജാകര എന്ന് പറഞ്ഞാൽ നിത്യപ്രബുദ്ധനാകയാൽ പ്രകർഷേണ ഉണരുന്നവൻ. ഭഗവാൻ നിത്യപ്രബുദ്ധനാകുന്നതുകൊണ്ട് പ്രകർഷേണ ഉണരുന്നവനാണ്. നമ്മളൊന്ന് ഡെവിൾസ് മൗത്ത് റിലീസായിട്ടുണ്ട്. എൻ്റെ പുതിയ മൂവി റിലീസായി, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആമസോണിൽ. ഭഗവാനെ നാരായണ, അത് കാണാൻ ഞാനിങ്ങനെ കാത്തിരിക്കുക. ഇടയ്ക്ക് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറയുന്നല്ല, കുറേ കാത്തിരിക്കുകയാണ്. കാരണം അത് ഭയങ്കര ഒരു മൂവിയാണ്. സ്രാവ് നമ്മളെ തിന്നാൻ വരും, ഷാർക്ക്. ഡെവിൾസ് മൗത്ത് റിലീസായിട്ടുണ്ട് ആമസോൺ പ്രൈമിൽ. ഡെവിൾസ് മൗത്ത് ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നു. ഗുരുവായൂരപ്പ, താങ്ക് യു സോ മച്ച്. നന്നായിട്ട് നല്ല ഒരുപാട് ആൾക്കാരെ കണ്ട് നല്ല ഒരു ഹൈപ്പ് കിട്ടണേ ഈശ്വര. താങ്ക് യു. നമ്മൾ ചെയ്തൊരു പടം റിലീസാവും. ആമസോൺ പ്രൈമിൻ്റെ ഇംഗ്ലീഷ് മൂവിയാണ്. അത് മലയാളത്തിലേക്ക് ശബ്ദം കൊടുത്തതാണ്. ഭയങ്കര കഷ്ടപ്പാട്. അഭിനയിച്ചു പോകാൻ പിന്നെ എളുപ്പം, ശബ്ദം കൊടുക്കാനും ചെറിയ കാര്യമില്ല. എന്നൊരു ശബ്ദം ഉണ്ടെങ്കിൽ അതുപോലും നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഭയങ്കര അലർച്ചയും കരച്ചിലും. 5 സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ ടൂർ പോയതാണ്. അവിടെ കടലുമായി സംയോജിച്ച് വഴിതെറ്റിപ്പോയി. ഒരു റൂട്ട് മാപ്പൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അതൊക്കെ പോയി അവരെ കൂടെ ഉണ്ടായ ഗൈഡിനെ അടക്കം സ്രാവ് തിന്നുന്നതാണ്. പിന്നെ ഓരോരുത്തരായിട്ട് അവരെ കൺമുന്നിൽ നിന്ന് ഇങ്ങനെ സ്രാവ് തിന്ന് അയ്യോ, കഥ പറയുന്നു ഞാൻ. അവസാനം എൻ്റെ ക്യാരക്ടറും ഹീറോയിനും മാത്രം, എൻ്റെ ക്യാരക്ടർ സെക്കൻഡ് ഹീറോയിനും അവർ ഹീറോയിനാണ്. അവസാനം ആ ഹീറോയിൻ രക്ഷപ്പെടുമ്പോൾ സെക്കൻഡ് ഹീറോയിനായ ഞാൻ ഒരു ചെറിയ തുമ്പിൽ ഇങ്ങനെ ഒരു വലിയതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറി ആ ഗുഹയിൽ നിന്ന് പുറത്ത് ചാടാൻ നോക്കുമ്പോഴേക്കും ഷാർക്ക് വന്നിട്ട് പിടിച്ചിങ്ങോട്ട് തിന്നുമ്പോൾ ഞാൻ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു സംഭവം നല്ല മൂവിയാണ്. ഡെവിൾസ് മൗത്ത് കാണാൻ ശ്രമിക്കും. ഞാൻ ലിങ്ക് ഇട്ടരാൻ ഗ്രൂപ്പിൽ വേണമെങ്കിൽ കേട്ടോ. അതിൽ എങ്ങനെ ശബ്ദം കൊടുത്തു എന്ന് പറയും. കഷ്ടപ്പെട്ട് ഭഗവാൻ നൽകിയ ശബ്ദം. അയ്യോ, ഞാൻ എവിടേക്കോ പോകുന്നു. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് ആ സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഭഗവാനെ പ്രജാകര എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിത്യപ്രബുദ്ധനാകയാൽ പ്രകർഷേണ ഉണരുന്നവൻ. പ്രകർഷേണ ഉണരുകയാണ് ഭഗവാൻ എപ്പോഴും അലേർട്ടാണ്. ഭക്തർ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ആ സെക്കൻഡ് ഭഗവാൻ എത്തും, ഒരു സംശയവും ഇല്ല. എപ്പോഴും ഭക്തർക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ വിളിക്കേണ്ട പോലെയല്ല ഭഗവാനെ വിളിക്കേണ്ടത്. അറിഞ്ഞു വിളിക്കണം ഭഗവാനെ, ഹൃദയം കൊണ്ട് വിളിക്കണം. നമ്മൾ എന്ത് ചോദിക്കുന്നോ, എൻ്റെ ഹൃദയത്തിൻ്റെ വാസസ്ഥാനം, എൻ്റെ ഹൃദയത്തിലാണ് ഭഗവാന്റെ വാസസ്ഥാനം. ഗുരുവായൂരിരിക്കുന്ന ഭഗവാനെ കാണുന്ന ഗുരുവായൂർ തന്നെ പോകണമെന്നൊന്നുമില്ല. പക്ഷെ ഗുരുവായൂർ പോകണം നല്ലതാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ലിങ്ക് അയക്കാം അമ്മ. ഗുരുവായൂർ പോണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, എൻ്റെ ഹൃദയത്തിൽ ഭഗവാനുണ്ട്, എൻ്റെ ഉള്ളം ഞാൻ അത്രയും പരിശുദ്ധമാക്കി വെച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ഭഗവാനുണ്ട് എന്ന മനസ്ഥിതിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ എൻ്റെ ഉള്ളിലാണ് എൻ്റെ ഭഗവാനുള്ളത് എന്ന ആ ഒരു
ഭയങ്കരമായ ആ ഒരു ഇത് നമുക്ക് വേണം. പക്ഷേ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ എന്താണ്, അവിടെ ഇരുന്ന് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, ജപിക്കും, വായിക്കും. ആ ചൈതന്യത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് കൊണ്ടുവരും അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്താ പറയുന്നത്, പ്രജാകര, നിത്യപ്രബുദ്ധനാകയാൽ പ്രകർഷേണ ഉണരുന്നവനാണ് ഭഗവാൻ. പിന്നെ ഊർധക, തീർച്ചയായിട്ടും അമ്മ എനിക്കും കാണാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഇന്ന് രാത്രി തന്നെ കാണും. ഊർധക, ഊർധക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനും മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഭഗവാൻ, എല്ലാത്തിൻ്റെയും മുകളിൽ. ദ സുപ്രീം ലോർഡ് അത് ഭഗവാനാണ്, മനസ്സിലായോ? അതായത് പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ, എല്ലാത്തിൻ്റെയും മുകളിൽ ഭഗവാനാണ്, ഭഗവാനേക്കാൾ മുകളിൽ ആരും ഇല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഊർധ്വക എന്ന് പറയുന്നത്, എല്ലാത്തിൻ്റെയും മുകളിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. പിന്നെയോ സത്പദാചാര, സത്പദാചാര എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ കർമ്മങ്ങളെ ആചരിക്കുന്നവൻ. നല്ലവരായിരിക്കുന്ന ആളുകൾ എന്താണോ ചെയ്യുന്നത്, എന്താ പറയുക, അവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട് കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം, നല്ലത് മാത്രം നമ്മൾ ചെയ്ത് നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ സജ്ജനങ്ങളുടെ കർമ്മങ്ങളെ ആചരിക്കുന്നതുകൊണ്ടാണ് ഭഗവാന് സത്പദാചാര എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു രാജലക്ഷ്മി അമ്മേ. തീർച്ചയായിട്ടും സുധാമ എറണാകുളം വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു അമ്മ. ഞാനിങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വേറെ പറയുന്നല്ല കേട്ടോ, അങ്ങനെ ഇംഗ്ലീഷ് മൂവീസ് ഓരോന്നിങ്ങനെ മലയാളത്തിലേക്ക് നമ്മളിങ്ങനെ ഡബ് ചെയ്ത് വരുമ്പോഴേ നമ്മൾ എത്ര ചെയ്ത് കഴിഞ്ഞാലും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നമ്മളൊരു ക്യാരക്ടറിന് ശബ്ദം കൊടുത്ത് എത്ര ചെയ്താലും ആമസോണിലൊക്കെ ആണെങ്കിൽ അവർ ചെറിയ ചെറിയ മിസ്റ്റേക്ക് പോലും തിരിച്ചയക്കും. അവിടെ സൗണ്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇത് ഇതുപോലെ ആയില്ല. രണ്ടാമത്തെ കാര്യം, അവർ പറയുന്ന ഇംഗ്ലീഷ് വേറെയാണ്, നമ്മളതിന് മലയാളം കൊടുക്കുമ്പം അതേ വേർഡായിരിക്കണം. സ്ക്രിപ്റ്റ് ഉണ്ടാവും എങ്കിലും നമ്മളതിങ്ങനെ അതേ ഫീലിങ്സിൽ, ഇംഗ്ലീഷുകാരുടെ ഫീലിങ്സ് അറിയാലോ, അതേ ഫീലിങ്സിൽ തന്നെ നമ്മൾ മലയാളം മോഡുലേഷൻ കൊടുക്കണം. ഭയങ്കര ടഫാണ്, ഭയങ്കര ടാസ്ക്കാണ് രമണൻ പ്രഭു. അപ്പോൾ ആ ഒരു ഇതിങ്ങനെ നമ്മൾ ചെയ്ത് റിലീസായി നമ്മളത് കാണുമ്പോഴൊക്കെ, ഇപ്പം ഹീമാൻ റിലീസായിട്ടേ ഉള്ളൂ മലയാളത്തിലേക്ക്, നല്ല മൂവിയായിരുന്നു ഹീമാൻ. അത് തിയേറ്റർ റിലീസായിരുന്നു, പലരും കണ്ട അഭിപ്രായം പറഞ്ഞു. ശരിക്കും ഭഗവാൻ നൽകിയ ശബ്ദം, അത് ഏതോ ഞാൻ പോലും കാണാത്ത ഒരു കഥാപാത്രത്തിന്, ആ ലേഡി എവിടെയാന്ന് പോലും അറിയില്ല, UK ഇറ്റലിയോ എവിടെയോ ഉള്ളൊരു ആർട്ടിസ്റ്റ്, അവർക്ക് കേരളത്തിൽ തമിഴ്നാട്ടിൽ ഇരുന്നുകൊണ്ട് മലയാളത്തിൽ ഞാൻ ശബ്ദം കൊടുക്കുന്നു. അവരറിയുന്നില്ലല്ലോ, അവരുടെ മലയാളം വെർഷൻ വരുമ്പോൾ അവരാണ് അതിൽ അഭിനയിക്കുന്നത്, പക്ഷേ ശബ്ദം എൻ്റെതാണെന്ന് ഞങ്ങൾ പരസ്പരം കാണുന്നില്ലല്ലോ. എന്തെങ്കിലും അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റുമോ നമുക്കറിയില്ല. ഒരിക്കലും ഞാൻ കാണാത്ത ഒരു ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ശബ്ദം കൊടുക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്സസ് ഉണ്ട് കാണാൻ. പക്ഷേ അവരെവിടെയോ ഉള്ള ഒരു ആർട്ടിസ്റ്റ്, അവരെ ഈ ജന്മത്ത് കാണുമെന്ന് പോലും അറിയില്ല, പക്ഷെ അവരാ അഭിനയിച്ചതിന് നമ്മളാണ് ജീവൻ കൊടുത്തിരിക്കുന്നത് ശബ്ദത്തിലൂടെ. അപ്പോൾ അതൊക്കെ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. എനിക്കിഷ്ടപ്പെട്ട പ്രൊഫഷൻ തന്നെയാണ്. ഭഗവാൻ എൻ്റെ ഈ ശബ്ദം ഇങ്ങനെ നിലനിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ ഒരുപാട് സന്തോഷം ഇപ്പം മൂവി റിലീസായി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നതിൽ. ഇതൊക്കെ ഇങ്ങനെയുള്ള സന്തോഷങ്ങളാണ് എൻ്റെ സന്തോഷങ്ങൾ. എനിവേ, ഞാൻ അയക്കാം, ലിങ്ക് ഇടാം, ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. സാധിക്കുന്നവർ ആമസോൺ പ്രൈം ഡൗൺലോഡ് ചെയ്ത് കാണും. നോക്കാം, ഞാൻ ആദ്യം കാണട്ടെ എന്നിട്ട് പറയാം. ഇനി ഊർധക കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സത്പദാചാര, അത് പറഞ്ഞല്ലോ, സജ്ജനങ്ങളുടെ കർമ്മങ്ങളെ ആചരിക്കുന്നവൻ. അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ അതിനെപ്പോഴും നമുക്ക് നല്ല ഒരു അനുഗ്രഹം നമുക്ക് നൽകും. പിന്നെന്താ പറയുന്നത്? പ്രാണത എന്ന് പറയുന്നു. പ്രാണത എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നവൻ. എങ്ങനെയാണ് മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നത്? മരിച്ച ഒരാളെ കൊണ്ടുവന്ന് ഭഗവാൻ, അയ്യോ ഭഗവാനെ നമുക്ക് തിരിച്ചു തരണേ എന്ന് പറഞ്ഞാൽ തിരിച്ചു ഒരിക്കലുമില്ല. അതായത് മോശമായ ചിന്താഗതികളിലൂടെ, തെറ്റായ വഴികളിലൂടെ ജീവിച്ച് ഭഗവാൻ എന്താണ് എന്നറിയാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന്, അത് നമ്മുടെ ഒരു ജീവശവമാണ് നമ്മുടെ ആ ജീവിതം. ഭഗവാനെ അറിയാതെ, സാത്വിക ജീവിതം അറിയാതെ, നമ്മുടെ ഭഗവാന്റെ ഭക്തരെ അറിയാതെ നമ്മൾ ഒന്നും അല്ലാത്ത അവസ്ഥയിൽ, നമുക്ക് അങ്ങനെ ഒരു പ്രീവിയസ് ബർത്ത് ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ കൂടുതലൊന്നും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാതെ, അറിയാതെ, മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ ജീവിച്ചു പോയ വേസ്റ്റായ ഒരു പാസ്റ്റ് നമുക്കുണ്ടായിരുന്നു. നോൺ വെജൊക്കെ കഴിച്ച്, നാമങ്ങൾ ചൊല്ലാതെ, ജപിക്കാതെ, വായിക്കാതെ, പ്രഭാതത്തിലൊക്കെ കിടന്നുറങ്ങി, അങ്ങനെയൊക്കെയുള്ളൊരു കാലം നമുക്കുണ്ടായിരുന്നു. അതാണ് നമ്മുടെ മരിച്ചുപോയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ മരിച്ചുപോയ നമ്മളെയാണ് ഭഗവാൻ ജീവിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ എന്തെന്ന് പറയുന്നത്? പ്രാണത എന്ന് പറയുന്നത്. ശരിയായ ഒരു ജീവിതം നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഭഗവാൻ കാണിച്ചു തന്നു. അല്ലാതെ ശരീരത്തിൻ്റെ മരണമല്ലാട്ടോ ഇവിടെ പറയുന്നത്. ശരിയായ ഒരു താങ്ക്സ് ഉണ്ണികൃഷ്ണൻ പ്രഭു. ശരിയായ ഒരു എന്താ പറയുക, ജീവിതം ഭഗവാൻ നമുക്ക് തന്നു. നല്ലത് ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതി തന്നു. ഭഗവാനിലേക്ക് നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പ്രാണത എന്ന് പറയുന്നുണ്ട്. ഓക്കെ.
പിന്നെ പറയുന്നു പ്രണവപ്പണഹ എന്ന് പറയുന്നുണ്ട്. എന്താണ് പ്രണവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവാചകമായിരിക്കുന്ന ഓങ്കാരത്തിനോടുകൂടെ അഭേദമായി വ്യവഹരിക്കപ്പെടുന്നവൻ. ഓം എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനാണ്. പ്രണവ മന്ത്രമാണ് ഓം എന്ന് നമുക്കറിയാമല്ലേ. ആ പ്രണവ മന്ത്രമായിരിക്കുന്ന ഓമിനോടൊപ്പം ആരുണ്ട്? ഭഗവാനുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, അല്ലേ. അപ്പം ആ ഓമിനോടൊപ്പം ആരുണ്ടെന്ന് വെച്ചാൽ പ്രണവ മന്ത്രമായിരിക്കുന്ന ഓമിനോടൊപ്പം ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ പ്രണവ എന്ന് വിളിക്കുന്നത്. പിന്നെ പണഹ എന്ന് പറയുന്നുണ്ട്. വ്യവഹാരത്തെ ചെയ്യുന്നവൻ. എന്താണ് വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബിസിനസ് ആണോ? ഒരിക്കലും അല്ല. ഭഗവാൻ ഒരിക്കലും നമ്മളോട് ബിസിനസ് ചെയ്യാറില്ല. പക്ഷെ വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അതേ നാണയത്തിൽ ഭഗവാൻ നമ്മളെ തിരിച്ചു പഠിപ്പിക്കും. നീ ചെയ്തത് തെറ്റാണ്. ഒരു നല്ല രക്ഷിതാവിന്റെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ നമ്മൾക്ക് തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ച് പഠിപ്പിച്ചു തരും. അതുകൊണ്ടാണ് ഭഗവാൻ പണഹ എന്ന് പറയുന്നത്. വ്യവഹാരത്തെ ചെയ്യുന്നവനാണ് ഭഗവാൻ. അത് നമ്മുടെ ജീവിതവും കർമ്മവുമായിട്ട് നമ്മൾ എടുത്താൽ മതി. നമ്മൾ ഏതോ ജന്മത്തിൽ ചെയ്തു പോയ തെറ്റിന്റെ ഫലം അത് ഭഗവാൻ തിരുത്തി തരും. നമുക്ക് ജീവിതം കൊണ്ട് മറ്റൊരു ജന്മം തന്ന് ഭഗവാൻ തിരുത്തിപ്പിക്കും. അത്രയും തിരുത്തി പെർഫെക്റ്റ് ആയിട്ടേ ഭഗവാൻ നമുക്ക് മോക്ഷം നൽകൂ. അതൊരു വ്യവഹാരമാണ്, അല്ലെ. ഒരു പണഹ ഒരു വ്യവഹാരമാണ്. ശരിയും തെറ്റും നമ്മളെ കൃത്യമായി ഭഗവാൻ പഠിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് 102 ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരനിലയോ ധാതാ പുഷ്പഹാസ പ്രചാകര ഊർധക സത്പദാചാര പ്രാണത പ്രണവപ്പണഹ. നമ്മൾ ഇതിനെ ഏതർത്ഥം വേണേലും എടുക്കാട്ടോ. വ്യവഹാരം എന്നൊക്കെ പറയുന്നത് എങ്ങനെ വേണേലും അർത്ഥം എടുക്കാം. പക്ഷേ വേണമെങ്കിൽ പറയാം, ഞാൻ ഒരു എന്താ പറയുക, പാൽപ്പായസം കൊടുക്കാമെന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ ഭഗവാൻ എന്നെ അവിടെ എത്തിച്ചു. അതും ഒരു വ്യവഹാരമാണ്. പക്ഷെ നമുക്കിവിടെ അങ്ങനത്തെ ബിസിനസ് സമ്പ്രദായം വേണ്ട. നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വേണ്ട. നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ പോലും തുല്യ നാണയത്തിൽ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കും എന്നുള്ള സാത്വികമായ ഒരു അർത്ഥം നമുക്ക് എടുത്താൽ മതി. ഈ ഓരോ അർത്ഥത്തിനും ഓരോ വേർഡിനും കൊടാനുകൂടി അർത്ഥങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിനെ സാത്വികമായ ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതവുമായി ഉപമിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള അർത്ഥങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ 102 ശ്ലോകത്തിൽ പൃഥ്വി മുതലായ പഞ്ചഭൂതങ്ങളെയും ആധാരങ്ങളെയും ആധാരമായിരിക്കുന്നവൻ. ഭൂമി ആവട്ടെ പഞ്ചഭൂതങ്ങളാവട്ടെ ഇതിൻ്റെയൊക്കെ ആധാരം ആരാന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണനാണ്. തന്നെത്താൻ ധരിക്കുന്നതായതുകൊണ്ട് മറ്റൊരു ദാതാവില്ല. സ്വയം ഭഗവാൻ വരികയാണ്. അതുകൊണ്ട് ഭഗവാന് ജന്മം കൊടുത്ത ഒരാളുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ അധാധ എന്ന് വിളിക്കുന്നത്. ഇനി മൊട്ടുകളായി സ്ഥിതി ചെയ്യുന്ന പുഷ്പങ്ങളുടെ വികാസത്തെ പോലെ പ്രപഞ്ചരൂപത്തിൽ ഇങ്ങനെ വികസിക്കുകയാണ്. ഓരോ പ്രപഞ്ചരൂപത്തിലും ഭഗവാൻ വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിത്യപ്രബുദ്ധനായതുകൊണ്ട് പ്രകേർഷണം ഉണരുന്നവരാണ് ഭഗവാൻ. എല്ലാത്തിൻ്റെയും മുകളിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. ദ സുപ്രീം ലോർഡ്, പരമദിവ്യോത്തമ പുരുഷൻ, അഖിലകോടി ബ്രഹ്മാണ്ഡ നായകൻ. എല്ലാ ലോകങ്ങൾക്കും എല്ലാ ബ്രഹ്മാണ്ഡങ്ങൾക്കും നായകനായിരിക്കുന്നു ഭഗവാൻ. പരമദിവ്യോത്തമ പുരുഷനാണ്. ഭഗവാന്റെ മുകളിൽ മറ്റാരുമില്ല. ഗുരുവായൂരപ്പന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ആരുമില്ല. പിന്നെയോ മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നു ഭഗവാൻ. അതായത് നമ്മളുടെ പ്രീവിയസ് ബർത്ത് ഭഗവാനെ അറിയാതെ ദുഃഖത്തിലും ദുരിതത്തിലും തെറ്റുകളിലും കിടന്നുകൊണ്ട് ജീവിച്ച നമ്മളെ ഭഗവാന്റെ വഴിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതായത് മരിച്ചുപോയി ജീവിച്ചിരിക്കെ മനസ്സ് മരവിച്ച, ബുദ്ധി മരവിച്ച മരിച്ചുപോയ നമ്മളെ നേർമയുടെ വഴിയിലേക്ക്, ന്യായത്തിന്റെയും ധർമ്മത്തിന്റെയും സാത്വികതയുടെയും വഴിയിലേക്ക് കൊണ്ടുവന്നു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ നമ്മളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയെങ്കിലും നമ്മുടെ ബുദ്ധിയെ ഉണർത്തിക്കൊണ്ട് ഭഗവാൻ നല്ല ജീവിതം കാണിച്ചു തന്നു. പിന്നെയോ പരമാത്മവാചകമായിരിക്കുന്ന ഓങ്കാരത്തിനോടുകൂടെ അഭേദ്യമായി ഭഗവാൻ വ്യവഹരിക്കുന്നു. ഓം നമോ നാരായണായ. ആ പ്രണവ മന്ത്രമായിരിക്കുന്ന ഓമിനോടൊപ്പവും ഭഗവാൻ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അതിനോടുകൂടി ഭഗവാൻ ലയിച്ചു ചേർന്നിരിക്കുന്നു. വ്യവഹാരത്തെ ചെയ്യുന്നവൻ. ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതേ നാണയത്തിൽ തന്നെ മറ്റൊരു ജന്മം കൊണ്ട് ഭഗവാൻ നമുക്ക് നേരായ വഴി കാണിച്ചു തരുന്ന ഒരു വ്യവഹാരിയെ പോലെയും ഭഗവാൻ നമ്മളിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കാം. ക്ലിയർ? ഇനി 103 ശ്ലോകമാണ്. 103 ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് പ്രാണജീവന തത്വം തത്വവിധേകാത്മാ ജന്മ മൃത്യുജരാധിക എന്നാ പറയുന്നത്. എന്താണ് പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പ്രമയായിരിക്കുന്നവൻ. പ്രമ എന്ന് പറഞ്ഞാൽ പരമജ്ഞാനമാണ് ഭഗവാൻ, അല്ലെ. അജ്ഞാനമല്ല ഭഗവാൻ, ജ്ഞാനമാണ്. സ്വയം ജ്ഞാനമാണ്. ജ്ഞാനം എന്താന്ന് വെച്ചാൽ ഭഗവാനാണ്. ബുദ്ധി, മനസ്സ്, ജ്ഞാനം, സാത്വികത, പ്രകാശം, ശോഭ എല്ലാം ഭഗവാനാണ്. അപ്പോൾ സ്വയം പ്രമയായിരിക്കുന്നത്. പ്രമ എന്ന് പറഞ്ഞാൽ പരമജ്ഞാനം. പരമജ്ഞാനം ആരാണെന്ന് വെച്ചാൽ സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. അതുകൊണ്ടാണ് ഭഗവാന് പ്രമാണം എന്ന് പറയുന്നത്. ഓക്കെ, പാദങ്ങളിൽ ഞാനും നമസ്കരിക്കുന്നു പ്രഭുജി. ഹരേ കൃഷ്ണ, ധന്വൻ പ്രണാമം പ്രഭുജി. അപ്പം സ്വയം പ്രമയായിരിക്കുന്നു ഭഗവാൻ. പരമജ്ഞാനം ആരാണെന്ന് വെച്ചാൽ പരമജ്ഞാനവും ഭഗവാൻ തന്നെയാണ്. പ്രാണനിലയ, മനസ്സിലായില്ലേ? അതായത് എന്താ അവിടെ പറയുന്നത്?
പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് പ്രാണജീവന തത്വം വിദേകാത്മാ ജന്മമൃത്യുജരാധിക എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വയം എന്താണ് പരമജ്ഞാനം ആരാണെന്ന് ചോദിച്ചാൽ ഭഗവാൻ തന്നെയാണ്. പ്രാണനിലയ പ്രാണങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങൾ ഏവനിൽ ലയിക്കുന്നുവോ അവൻ. നമ്മുടെ ജീവനും ജീവാത്മാവും പരമാത്മാവും എല്ലാ സമസ്ത ബ്രഹ്മാണ്ടങ്ങളിലുള്ള 84 ദശലക്ഷം ജീവിവർഗങ്ങളും കിംപുരുഷന്മാരും എല്ലാം എവിടെ പോയി ലയിക്കുന്നു? ഭഗവാനിൽ ലയിക്കുന്നു. നമ്മുടെ ചിന്ത, വാക്ക്, മനസ്സ്, പ്രവൃത്തി എല്ലാം ഭഗവാനിൽ ലയിച്ചു ചേരുകയാണ് അല്ലെ. ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും തന്നെ ഇല്ല. സർവ്വതും ഭഗവാനിൽ ലയിക്കുന്നത് കൊണ്ടാണ് പ്രാണനിലയ എന്ന് പറയുന്നത്. ഈ പ്രാണൻ ലയിക്കുന്നത് എവിടെയാണ്? ആ തൃപ്പാദങ്ങളിലാണ്. അതുകൊണ്ടാണ് ഭഗവാനെ പ്രാണനിലയ എന്ന് പറയുന്നത്. ഇനിയോ പ്രാണഭൃത് എന്ന് പറയുന്നുണ്ട്. പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് എന്ന് പറയുന്നു. അന്നരൂപത്തിൽ പ്രാണനെ പരിപോഷിക്കുന്നവൻ. നമ്മൾ കഴിക്കുന്ന അന്നം ആരാണെന്ന് ചോദിച്ചാൽ അതും ഭഗവാനാണ്. അന്നലക്ഷ്മി അല്ലെ. അപ്പൊ ആ അന്നം ആരാന്ന് ചോദിച്ചാൽ അതും ഭഗവാനാണ്. പ്രാണരൂപത്തിൽ വർത്തിക്കുന്ന ആരാണ്? അന്നരൂപത്തിൽ പ്രാണങ്ങളെ പരിപോഷിപ്പിക്കുന്നവനും ഭഗവാനാണ്. ഭഗവാൻ അന്നമായി വന്ന് സ്വയം നമ്മുടെ ജീവൻ പോലും നിലനിർത്തുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ നൽകുന്ന ആ അന്നത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? നിരാകരിക്കരുത്, വില കുറച്ച് കാണരുത്. അന്നത്തെ ഒരിക്കലും നമ്മൾ ആക്ഷേപിക്കരുത്. ഇല്ലാത്തവന് ദാനം നൽകണം, അന്നദാനം നൽകണം എന്നൊക്കെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ അന്നരൂപത്തിൽ പ്രാണനുകളെ പരിപോഷിപ്പിക്കുന്നത് കൊണ്ട് ഭഗവാനെ പ്രാണഭൃത് എന്ന് വിളിക്കുന്നു. ഇനിയോ പ്രാണജീവന എന്ന് പറയുന്നുണ്ട്. അതായത് പ്രാണനാമങ്ങളായിരിക്കുന്ന വായുക്കളെ കൊണ്ട് പ്രാണികളെ ജീവിപ്പിക്കും. നമ്മൾ ചില ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 5 തരം വായുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ 5 തരം വായുക്കളെ കുറിച്ച് ഞാൻ ഭയങ്കര ഡെവലപ്പായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. മഹാഭാരതത്തിലാണെന്ന് തോന്നുന്നു, പലരും മറന്നു പോയിട്ടുണ്ടാവും. കുഴപ്പമില്ല, ശ്രീമദ് ഭാഗവതം എടുക്കുമ്പോൾ അത് കൃത്യമായി പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രാണനാമങ്ങളായിരിക്കുന്ന വായുക്കളെ കൊണ്ടാണ്, ഈ വായുക്കളാണ് നമ്മുടെ ശരീരത്തിന്റെ ജീവൻ നിലനിർത്തുന്നത്. ആ വായുക്കളെ, ആ പ്രാണികളെ, അതായത് നമ്മളെ പോലുള്ള ജീവാത്മാക്കളെ എല്ലാം ആ വായുക്കളുടെ രൂപത്തിൽ പോലും എന്താണ് ഭഗവാൻ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയോ തത്വം എന്ന് പറയുന്നുണ്ട്. അടുത്തത് എന്താണ്? തത്വവിദേകാത്മാ എന്ന് പറയുന്നു. തത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപത്തോടു കൂടിയവൻ. അതുകൊണ്ടാണ് ഭഗവാനെ തത്വം എന്ന് വിളിക്കുന്നത്. ബ്രഹ്മസ്വരൂപത്തോടു കൂടിയിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മം, തത്വം എല്ലാം ഭഗവാനാണ്. ജ്ഞാനം ഇതെല്ലാം ഭഗവാനാണ്. അപ്പം ഇവിടെ തത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപത്തോടു കൂടിയവനെയാണ് തത്വം എന്ന് വിളിക്കുന്നത്. ഇനി തത്വവിത്ത് എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ്? തത്വസ്വരൂപത്തെ വേണ്ട പോലെ അറിയുന്നവൻ, അതായത് ബ്രഹ്മത്തെ വേണ്ട പോലെ അറിയുന്നവൻ ആരാന്ന് ചോദിച്ചാൽ അതും ഭഗവാൻ തന്നെ. ഭഗവാനേക്കാൾ കൂടുതൽ ബ്രഹ്മത്തെ ആർക്കും അറിയില്ല. ഇനിയോ ഏകാത്മ എന്ന് പറയുന്നത് തത്വവിധേകാത്മ എന്നാ പറയുന്നത്. തത്വം വിധേകാത്മാ. അപ്പോൾ തത്വസ്വരൂപത്തെ വേണ്ടതുപോലെ അറിയുന്നത് കൊണ്ട് ഭഗവാനെ തത്വവിത്ത് എന്ന് പറയുന്നു. ഏകാത്മാ എന്ന് പറഞ്ഞാൽ ഏകനും ആത്മാവുമായവനാണ് ഭഗവാൻ. ഭഗവാൻ ഇനി മറ്റ് ഭഗവാന്റെ മുകളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഭഗവാൻ ഏകനാണ്. ആ ഏകനായിരിക്കുന്ന ആത്മാവോട് കൂടിയിരിക്കുന്ന ആ ഭഗവാനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏകാത്മാ എന്ന് വിളിക്കുന്നത്. ഇനിയോ ജന്മ മൃത്യു ജരാധിക എന്ന് പറയുന്നു. തത്വവിദേകാത്മാ ജന്മ മൃത്യു ജരാധിക. അതായത് ജനനം, സ്ഥിതി, വളർച്ച, പരിണാമം, ക്ഷയം, നാശം, അങ്ങനെയുള്ള ഷഡ് വികാരങ്ങളെ അതിക്രമിച്ച് സ്ഥിതി ചെയ്യാണ്. ഭഗവാന് ജന്മം എടുക്കാൻ പറ്റുമോ? ജനിച്ചിട്ടുണ്ടോ ഭഗവാൻ? ഇല്ല. സ്ഥിതി ചെയ്യുന്നുണ്ടോ ഭഗവാൻ? ഇല്ല. വളർന്നുണ്ടോ ഭഗവാൻ? ഇല്ല. ഭഗവാൻ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഈ 4 യുഗങ്ങൾ കഴിഞ്ഞാലും ഭഗവാൻ അതുപോലെ ഇരിക്കുകയാണ്. ഒരു മാറ്റവും ഭഗവാന് സംഭവിക്കുന്നില്ല. ക്ഷയിച്ചു പോകുന്നുണ്ടോ ഭഗവാൻ? ഇല്ല. നശിച്ചു പോകുന്നുണ്ടോ ഭഗവാൻ? ഇല്ല. ഇങ്ങനെയുള്ള നാശം പോലും ഇല്ലാത്ത ഷഡ് വികാരങ്ങളെയും അതിക്രമിച്ച് സ്ഥിതി ചെയ്യാണ് ഭഗവാൻ അല്ലെ. എന്നാൽ നമുക്ക് മാറ്റം സംഭവിക്കും, നമ്മൾ നശിച്ചു പോകും, നമ്മൾ വളരുന്നുണ്ട്, നമുക്ക് പല സംഭവങ്ങൾ, നമ്മൾ ജനിക്കുന്നുണ്ട്, നമ്മൾ വീണ്ടും ജീവിക്കാൻ ഓടുന്നുണ്ട്. ഇതൊന്നും ഭഗവാനില്ല. ഇങ്ങനെയുള്ള ഷഡ് വികാരങ്ങളൊന്നും തന്നെ ആർക്കില്ല? ഭഗവാനില്ല. അപ്പൊ ഈ ഷഡ് വികാരങ്ങളെയും അതിക്രമിച്ചുകൊണ്ടാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ ജന്മ മൃത്യു ജരാധിക എന്ന് പറയുന്നത്. ജന്മത്തെയും മൃത്യുവിനെയും എല്ലാം ജയിച്ചവനാണ് ഭഗവാൻ. ജനനം, സ്ഥിതി, വളർച്ച, പരിണാമം, ക്ഷയം, നാശം, ഇങ്ങനെയുള്ള ഷഡ് വികാരങ്ങളെയും ഭഗവാൻ എന്ത് ചെയ്തിരിക്കുന്നു? അതിക്രമിച്ചിരിക്കുന്നു. ക്ലിയർ? അപ്പോ 103ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് പ്രാണജീവന തത്വം തത്വവിദേകാത്മാ ജന്മ മൃത്യുജരാധിക. അതായത് സ്വയം പ്രമേയായിരിക്കുന്നവൻ, പരമജ്ഞാനമായിരിക്കുന്നു ഭഗവാൻ. സ്വയം ഭഗവാൻ പരമജ്ഞാനമായിരുന്നു കൊണ്ട് ജീവനുകളെല്ലാം, അതായത് ഇന്ദ്രിയങ്ങൾ ഏവനിൽ, നമ്മുടെ ഈ ജീവനും ഇന്ദ്രിയങ്ങളൊക്കെ ആരുടെ പാദത്തിലാണോ ലയിക്കുന്നത്? ആ ഗുരുവായൂരപ്പൻ. അന്നരൂപത്തിൽ നമ്മുടെ ജീവനെ എല്ലാം നിലനിർത്തുന്ന ആ ഗുരുവായൂരപ്പൻ. പ്രാണനാമകങ്ങളായിരിക്കുന്ന വായുക്കളെ കൊണ്ട് നമ്മളെല്ലാം ജീവിപ്പിക്കുന്ന ആ ഭഗവാൻ. ബ്രഹ്മസ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ആ ഭഗവാൻ. തത്വസ്വരൂപത്തെ വേണ്ട പോലെ അറിയുന്ന ആ ഭഗവാൻ. ഏകനും ആത്മാവുമായിരിക്കുന്ന ആ ഭഗവാൻ. ജനനം, സ്ഥിതി, വളർച്ച, പരിണാമം, ക്ഷയം, നാശം എന്നീ ഷഡ് വികാരങ്ങളെയും അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം.
ക്ലിയർ? ഇനി 104-ാമത്തെ ശ്ലോകമാണ്. 104-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൂർഭുവ എന്ന് പറയുന്നുണ്ട്. ഭൂർഭുവ സസ്തരുസ്താര സ്വസ്തരുസ്താര, ഭൂർഭുവ സ്വസ്തരുസ്താര. അതായത് ഭൂർഭുവ സ്വ എന്നീ 3 വ്യാഹൃതികളാവുന്ന വേദത്രയ സാരങ്ങളിലൂടെ, ഇതൊക്കെ നമ്മൾ ഗായത്രി, ഛന്ദസ് ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ കിട്ടുന്നത്. ഭൂർഭുവ സ്വഹ സ്വാഹ ഇതൊക്കെ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യാഹൃതികളാകുന്ന വേദത്രയ സാരങ്ങളിലൂടെ ഹോമങ്ങൾ ചെയ്യുന്നവരെ, അതായത് ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മളെപ്പോഴും ഹോമം ചെയ്യാനും പൂജ ചെയ്യാനൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഹോമം ചെയ്യുന്നവരെ 3 ലോകത്തെയും തരണം ചെയ്യിക്കുന്നവനാണ്. 3 ലോകത്തെയും തരണം ചെയ്യിക്കും ഭഗവാൻ. ഇങ്ങനെയുള്ള ഹോമങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, പക്ഷെ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ കൊണ്ട് ഹോമം ചെയ്യുന്നവരെല്ലാം 3 ലോകത്തെയും തരണം ചെയ്യിക്കുന്നവൻ. ഭൂർ ഭുവ സ്വ എന്നീ 3 ലോകങ്ങളാവുന്ന സംസാര വൃക്ഷമായിരിക്കുന്നവൻ ഈ 3 ലോകങ്ങളെയും ഒരു വൃക്ഷം പോലെ വ്യാപിച്ച് സ്ഥിതി ചെയ്യണം. അതായത് 3 ലോകങ്ങളെയും ഭഗവാൻ ഒരു വൃക്ഷത്തിന്റെ ഒരു വലിയൊരു മരം കണ്ടു കഴിഞ്ഞാൽ ആ മരം എങ്ങനെ ഒരു കൊട പോലെ പ്രവർത്തിക്കുന്നോ അതുപോലെ ഭഗവാൻ 3 ലോകങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ഹോമം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഹോമം ചെയ്യുന്നവരെ അല്ലെങ്കിൽ പൂജ ചെയ്യുന്നവരെ ഭഗവാൻ എപ്പോഴും എന്ത് ചെയ്യും? 3 ലോകങ്ങളെയും എന്താ പറയുക കഴിഞ്ഞ് ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്ന പറയുന്നത്. അതായത് എവിടെയും കുടുങ്ങിക്കിടക്കാതെ മോക്ഷം തരും, അത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, ഭഗവാൻ നമുക്ക് എല്ലാം താണ്ടി എല്ലാത്തിനെയും ഓവർകം ചെയ്ത് ഭഗവാൻ നമുക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യും. പിന്നെന്താ പറയുന്നത്? സ്വസ്തുരസ്താര എന്ന് പറയും. ഈ താര എന്ന് പറഞ്ഞാൽ സംസാര സാഗരത്തെ തരണം ചെയ്യിപ്പിക്കുന്ന, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഈ ലോകത്തിന്റെ ആ ഒരു ഇതിൽ നമ്മുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ, ഇല്ലായ്മകൾ, ഇതെല്ലാം ഈ സംസാര ലോകത്തിൽ ജീവിക്കുന്നുണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ദുരിതങ്ങളെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരണം ചെയ്യാൻ ഭഗവാൻ സഹായിക്കും. പിന്നെയോ സവിധ എന്ന് പറയുന്നത്. സവിധ എന്ന് പറഞ്ഞാൽ എല്ലാ ലോകങ്ങളെയും ജനിപ്പിക്കുന്നവൻ, അതാണ് സവിത എന്ന വാക്കിന്റെ അർത്ഥം. എല്ലാ ലോകങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഭഗവാനാണ്. പ്രത്യേകിച്ച് നമുക്ക് അവരാണ് ഇവരാണെന്നൊന്നും പറയാനില്ല. എല്ലാ ലോകങ്ങൾക്കും കാരണമായിരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. സമസ്ത ലോകങ്ങൾക്കും ജന്മം നൽകിയിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ സവിത എന്ന് പറയുന്നു. ഇനിയോ പ്രപിതാമഹ, അതായത് പിതാമഹനാവുന്ന ബ്രഹ്മദേവന്റെയും പിതാവാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? പ്രപിതാമഹൻ എന്ന് പറഞ്ഞാൽ പിതാമഹൻ എന്നാണ് നമ്മൾ ബ്രഹ്മദേവനെ വിളിക്കുന്നത്. ഭഗവാനെ വിളിക്കുന്നത് എന്താണ്? പ്രപിതാമഹ എന്ന് വിളിക്കുന്നു. അപ്പോ പിതാമഹ എന്ന് പറയുന്ന ബ്രഹ്മദേവന്റെയും ആരാണ്? പിതാവാണ് ഭഗവാൻ. അപ്പൊ ഭഗവാനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. പ്രപിതാമഹൻ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. അപ്പോൾ ബ്രഹ്മദേവനെ വിളിക്കുന്നതോ പിതാമഹൻ. പിതാമഹനായിരിക്കുന്ന ബ്രഹ്മദേവന്റെയും പിതാവാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ പ്രപിതാമഹ എന്ന് വിളിക്കുന്നു. ഇനിയോ യജ്ഞസ്വരൂപനാണ് ഭഗവാൻ. നമ്മൾ എന്ത് യജ്ഞം ചെയ്താലും എന്ത് ഹോമം ചെയ്താലും അത് കൈപ്പറ്റുന്നത് ആരാണ്? അൾട്ടിമേറ്റ് ഭഗവാനാണ്. ഫൈനലി അത് എത്തുന്നത് ഭഗവാനിലേക്കാണ്. ഏത് ദേവന്റെ നാമം വിചാരിച്ച് നമ്മൾ പൂജ ചെയ്താലും എന്ത് ചെയ്താലും ശരി, അത് സ്വീകരിക്കുന്നവൻ ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ യജ്ഞസ്വരൂപൻ, യജ്ഞ എന്ന് വിളിക്കുന്നത്. ഇനോ യജ്ഞപതി പ്രപിതാമഹ യജ്ഞപതി രജ്വ എന്നാ പറയുന്നത്. യജ്ഞപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞങ്ങളുടെ പാലകൻ അഥവാ സ്വാമി. ഏത് യജ്ഞം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന്റെ പാലകൻ, അത് സ്വീകരിക്കുന്നവൻ ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ യജ്ഞപതി രജ്വ എന്ന് പറയുന്നത്. രജ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം? യജമാന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, എല്ലാത്തിൻ്റെയും ടോപ്പസ്റ്റ്, ബ്രഹ്മദേവന്റെയും മുകളിലിരിക്കുന്ന, എന്താ പറയാ, പിതാമഹന്റെ മുകളിലിരിക്കുന്ന പ്രപിതാമഹനായിരിക്കുമ്പോൾ ഭഗവാൻ യജമാനന്റെ രൂപത്തിലാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും ഹെഡായിട്ടാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ രജ്വ എന്ന് വിളിക്കുന്നത്. ഇനോ യജ്ഞാംഗോ എന്ന് പറയുന്നത്. യജ്ഞാംഗോ യജ്ഞവാഹന എന്നാ പറയുന്നത്. യജ്ഞാംഗ എന്ന് പറഞ്ഞാൽ വരാഹമൂർത്തിയായി യജ്ഞങ്ങൾക്ക് അംഗങ്ങളായവൻ. വരാഹമൂർത്തിയുടെ രൂപത്തിലാണ് ഭഗവാൻ എല്ലാ യജ്ഞങ്ങളും സ്വീകരിക്കുന്നത്. യജ്ഞങ്ങൾക്ക് അംഗങ്ങളായവനാണ് ഭഗവാൻ. വരാഹമൂർത്തിയായിക്കൊണ്ട് യജ്ഞങ്ങളുടെ അംഗങ്ങളായി ഭഗവാൻ മാറുകയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ യജ്ഞാംഗ എന്ന് പറയുന്നത്. ഇനിയോ യജ്ഞവാഹന എന്ന് പറയുന്നത്. യജ്ഞാംഗോ യജ്ഞവാഹന, ഫലത്തിൽ കാരണഭൂതങ്ങളായിരിക്കുന്ന യജ്ഞങ്ങളെ വഹിക്കുന്നവൻ. ഫലത്തില് നമ്മളൊരു യജ്ഞം ചെയ്യുകയാണെങ്കിൽ, ഹോമം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം, ആ ഫലത്തില് കാരണഭൂതമായിരിക്കുന്ന യജ്ഞങ്ങളെ വഹിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ യജ്ഞവാഹന എന്ന് വിളിക്കുന്നത്. ആ യജ്ഞം സ്വീകരിക്കുന്നത്, അതിനു വേണ്ട ഫലം നൽകുന്നത് എല്ലാം ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ യജ്ഞവാഹന എന്ന് പറയുന്നത്. 104-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഭൂർഭുവ സ്വസ്തുരസ്താര സവിതാ പ്രപിതാമഹ യജ്ഞോ യജ്ഞപതിരജ്വ
യജ്ഞാംഗോ യജ്ഞവാഹന, അതായത് 3 ലോകങ്ങളെയും മറികടന്നുകൊണ്ട് മോക്ഷത്തെ നൽകുന്നത് ഭഗവാനാണ്. ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്നത് ഭഗവാനാണ്. എല്ലാ ലോകങ്ങൾ നിർമ്മിക്കുന്നതും ഭഗവാൻ തന്നെ. പിതാമഹനാകുന്ന ബ്രഹ്മദേവന്റെയും പിതാവായിരിക്കുന്ന പ്രപിതാമഹൻ ഭഗവാൻ തന്നെ. യജ്ഞസ്വരൂപനായിരിക്കുന്നതും ഭഗവാൻ തന്നെ. യജ്ഞങ്ങളുടെ പാലകൻ അല്ലെങ്കിൽ സ്വാമിയായിരിക്കുന്നതും ഭഗവാൻ തന്നെ. യജമാനന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഭഗവാൻ തന്നെ. വരാഹമൂർത്തിയായിക്കൊണ്ട് യജ്ഞങ്ങൾക്ക് അംഗങ്ങളാവുന്നതും ഭഗവാൻ തന്നെ. ഫലത്തിൽ കാരണഭൂതങ്ങളായിരിക്കുന്ന യജ്ഞങ്ങളെ വഹിക്കുന്നതും ഭഗവാൻ തന്നെ. ഇതാണ്, ഇങ്ങനെയുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളെ നമുക്ക് നമസ്കരിക്കാം. ഓക്കെ, 104-ാമത്തെ ശ്ലോകം കഴിഞ്ഞ് ഇനി 105, 106, 107 3 ശ്ലോകം കൂടി എടുത്തു കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമത്തിന്റെ വലിയ വലിയ ലൈൻസിന്റെ അർത്ഥമെല്ലാം കഴിഞ്ഞു. പക്ഷെ അതങ്ങനെ നമ്മൾ എടുത്തു പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ എടുത്തു പോയാൽ അതൊരു എന്താ പറയുക, കടമ നിർവഹിച്ച പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി എടുക്കാനുള്ളത് 105 മുതലാണ്. 3 ശ്ലോകം കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം പൂർത്തിയാവുകയാണ്. എല്ലാവരും വിഷ്ണു സഹസ്രനാമം വായിക്കാൻ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് കൊണ്ട് ഉപകാരമുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നാളെ എടുക്കാം. നാളെ അന്നദാനമുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടോ അല്ലെങ്കിൽ നാളെ സൺഡേ ആയതുകൊണ്ട് മാക്സിമം രാവിലെ എടുക്കാനോ ശ്രമിക്കാം. നമുക്ക് വിഷ്ണു സഹസ്രനാമം കംപ്ലീറ്റ് ചെയ്യണം. ചെയ്തിട്ട് ശ്രീമദ് ഭാഗവതത്തിലേക്ക് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഭഗവാൻ അനുവദിച്ചാൽ. ഇടയ്ക്ക് ഹനുമചരിതവും കൂടെ മിക്സ് ചെയ്തെടുത്തു തരാം. ഹനുമാന്റെ കഥകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, പറഞ്ഞുതരാം. അപ്പം എല്ലാവരും ജപിക്കുക, വായിക്കുക, വിഷ്ണു സഹസ്രനാമം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. പ്രപിതാമഹനായിരിക്കുന്ന ആ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ എപ്പോഴും നമുക്ക് ഒരു അഭയം ലഭിക്കണം. ഈ സംസാര സാഗരത്തെ കടക്കാൻ ഭഗവാൻ നമ്മളെ സഹായിക്കണം. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം ഭഗവാൻ മാറ്റിത്തരണം. നമുക്ക് എല്ലാവരോടും ഒരു സാത്വിക മനോഭാവത്തിൽ ജീവിക്കാൻ സാധിക്കണം. ആരോടും വൈരാഗ്യ വിദ്വേഷങ്ങളൊന്നും ഇല്ലാതെ, നമുക്ക് ആരോടും, നമ്മളെ ദ്രോഹിക്കുന്നവരോട് പോലും നമുക്കൊരു വിഷമം തോന്നാതെ അവർക്ക് ഭഗവാന്റെ നാമം ഉച്ചരിച്ച് അങ്ങനെയുള്ള മനോഭാവങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരാനുള്ള അനുഗ്രഹം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമയോടും സാത്വികമായ ജീവിതത്തോടും കൂടി നമുക്ക് മുന്നേറണം. ഈ ലോകത്ത് നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ല, നമ്മളുടേതെന്ന് പറയാൻ ആരുമില്ല, സാക്ഷാൽ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്ന ഒരു സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സംസാര സാഗരത്തെ മറികടന്നുകൊണ്ട് എപ്പോഴും ആ ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും അഭയം ലഭിക്കട്ടെ. കിച്ചൂട്ടൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭരാത്രി. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്.